അടിച്ച് പുറത്തിടാൻ വേണ്ടി. ഓക്കെ, പരമാവധി ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. കാരണം ഇതിന്റെ ഒരു രീതി എടുത്ത് നോക്കിയാൽ മതി. ഏകദേശം 1% മാത്രമാണ് JRFലേക്ക് എത്തുന്നത്, എക്സാം എഴുതുന്നതിന്റെ 1%. ഓക്കെ, ഓൾമോസ്റ്റ് 6% മാത്രമാണ് നെറ്റിലേക്ക് എത്തുന്നത്, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരിക്കലും നമ്മൾ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പരിശ്രമിക്കാത്തത് കൊണ്ടോ അല്ല പലപ്പോഴും നെറ്റും JRFും പല ആൾക്കാർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നത്. എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞ 6%-നോ അല്ലെങ്കിൽ 1%-ലേക്കോ നമ്മൾ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ല, ഒരിക്കലും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാര് അവര് പഠിക്കാത്തത് കൊണ്ടല്ല അതിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് അത് മിസ്സാവുന്നു, അല്ലെങ്കിൽ ആ ഒരു 6%-ന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഈ ഒരു എക്സാം പലപ്പോഴും ക്രാക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു സെക്ഷനിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ സെക്ഷനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മുടെ ഒരു സെക്ഷൻ നടത്തുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, നമുക്ക് മണിക്കൂറുകളോളം ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കും എനിക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഈ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാരും പറയാറുള്ളത്, അതായത് വളരെ പെട്ടെന്ന് നെറ്റും JRFും ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും പറയാറുള്ളത്, അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്, കൂടുതലായിട്ടോ ഒരിക്കലും തന്നെ അത് മാത്രമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ഈ PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും അതിന്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. നമ്മൾ സിലബസ് എന്തായാലും നമ്മൾ എടുത്തു നോക്കും. ആ സിലബസ് പോലെ തന്നെ ചിലപ്പോ സിലബസിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരിക ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അവർ ഏതൊരു പാറ്റേണിലാണ്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. നിങ്ങളിപ്പോ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ഗെയിം കളിക്കുന്ന മാതിരിയാണ്. നമ്മൾ ഗെയിം കളിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഘട്ടമായിട്ടാ പോവുക അല്ലെ? ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, 3rd ലെവൽ, 4th ലെവൽ, അങ്ങനെ ലെവൽ വെച്ചിട്ടാ പോവുക. അപ്പൊ എല്ലാ ലെവലിലും ഏകദേശം ഗെയിം സെയിം തന്നെ ആയിരിക്കും, ഗെയിമിന്റെ കാര്യങ്ങൾ സെയിം തന്നെ ആയിരിക്കും. പക്ഷെ അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അതിന്റെ സങ്കീർണത കൂടുതലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഈസി ആയിരിക്കും, നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് എത്തുമ്പോൾ ഒന്നും കൂടി അത് ബുദ്ധിമുട്ടാവും, 3rd ലെവൽ എത്തുമ്പോൾ അത് ഒന്നും കൂടി ഹാർഡാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗെയിം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും ഒക്കെ സെയിം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ കളിക്കുന്നത്, സെയിം കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് കൂടിയെന്ന് മാത്രം. അതേപോലെ തന്നെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഏകദേശം 4-5 മാസം, ഇപ്പോഴത്തെ ഒരു സമയത്ത് 2 മാസം നിങ്ങൾക്ക് മുമ്പിലുണ്ട് നെറ്റ് എക്സാമിന്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ അടുത്ത ഡിസംബറിലേക്കാണ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയൊരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സിലബസ് പറഞ്ഞിട്ടുള്ള ഏരിയകൾ കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് അതിൻ്റെ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കാം കേട്ടോ. ആ ക്ലാസ്സുകൾ മൊത്തം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊത്തം സിലബസിലുള്ള ക്ലാസ്സുകൾ കണ്ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി എന്നത് കൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ 6%-ലേക്കോ അല്ലെങ്കിൽ ആ ഒരു 1%-ലേക്കോ എത്തി എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതിനുശേഷം ഒരു രണ്ടാമത്തെ ഘട്ടമായിട്ട് വരുന്നതാണ് നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും തന്നെ ക്ലാസ്സുകളിൽ നമുക്ക്
സിലബസ് പറഞ്ഞ മൊത്തം കാര്യങ്ങൾ അതിന്റെ ഡെപ്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാര്യങ്ങൾ തരുന്നത്. അതിന്റെ അഡീഷൻ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ അത് പഠിച്ച കാര്യമാണ്. അത് വീണ്ടും നിങ്ങൾ പഠിക്കേണ്ടതില്ല. അപ്പോൾ അതിന്റെ ഒന്നുകൂടിയും ഡെപ്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക, ഈ മെറ്റീരിയൽസിൽ ഉണ്ടാവുക. അതൊരു സെക്കൻഡ് ലെവലാണ്. ഓക്കെ, പിന്നെ വരുന്ന തേർഡ് ലെവലാണ് ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ്. NDA എക്സാമിന് തരുന്ന ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ഓപ്ഷനുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് തേർഡ് ലെവൽ. ഓക്കെ, കാരണം NDA ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ എന്തായാലും ആവർത്തിച്ച് വരില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഓപ്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടോ ഉള്ള ക്വസ്റ്റ്യന് വീണ്ടും വരും എക്സാം. ഓക്കെ, ആ ലെവലിൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാണ് തേർഡ് ലെവൽ എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ മേലെ വർക്ക് ചെയ്യേണ്ട ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു തേർഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഫോർത്ത് ലെവൽ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ആൾക്കാർക്കും അവരെങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ആ ഒരു ഫോർത്ത് ലെവൽ വരിക. കാരണം പല ആൾക്കാർക്കും പഠിക്കുന്ന രീതി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പഠിച്ച രീതി നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ ഉപകാരപ്പെട്ടോണമെന്നില്ല. കാരണം എല്ലാവർക്കും പണ്ട് മുതലേ ചെറുപ്പം മുതലേ അവർ പഠിച്ചു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിൽ തന്നെ പഠിച്ചാലേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ ഒരാളുടെ ഒരു സിസ്റ്റം അവര് അഡോപ്റ്റ് ചെയ്താല് ചിലപ്പോൾ അതൊരു അട്ടർ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ഫോർത്ത് ലെവലിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അപ്പോ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് അല്ലെങ്കിൽ സിസ്റ്റം അനുസരിച്ച് ഈ തേർഡ് ലെവലിൽ വരുന്നതാണ് NDAയുടെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബേസിക് ആയിട്ട് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നെറ്റ് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ചെറിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പറയും കേട്ടോ. വോയിസ് മൈക്ക് ഓൺ ആക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാറ്റ് പറഞ്ഞാൽ മതിയെ. കാരണം പല ആൾക്കാരത് ഓൺ ആക്കിയാൽ പിന്നെ കലബിലായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഒന്ന് പറയണേ. സ്ക്രീൻ വിസിബിൾ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു കഴിഞ്ഞ എക്സാം ഇതുവരെ NDA നടത്തിയിട്ടുള്ള നെറ്റ് എക്സാമിൽ ഹിസ്റ്ററിയില് പലരുടെയും അഭിപ്രായ പ്രകാരം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കാരണം പല ആൾക്കാർക്കും പല രീതിയാണല്ലോ. പലരുടെയും അഭിപ്രായ പ്രകാരം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം. അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് നല്ല രീതിയിൽ ഹിസ്റ്ററിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം അത് എഴുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ട ആൾക്കാർക്ക് ഏകദേശം അങ്ങനെ തന്നെയാണ് അത് ബോധിച്ചിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ഒരു 60% ഒരു 60% സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരിക്കലും തന്നെ ആ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ സിമ്പിൾ ആയി എന്ന് പറഞ്ഞത് കൊണ്ട്. അപ്പോൾ ആ സിമ്പിൾ ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇനി ഒരിക്കലും തന്നെ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളും ഒന്നും കൂടിയും ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ ഒന്നും കൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിലെ
ഏറ്റവും ആദ്യത്തെ ചോദ്യമാണ്. അപ്പൊ ഞാൻ ചോദ്യം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാൻ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ആരും തന്നെ മാറിക്കാൻ പാടില്ല. കാരണം നെറ്റ് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട്, ആസ് ഓഫ് നോ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതേ ഒരു സ്പിരിറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന സമയത്ത് അതിന്റെ ആൻസർ ചാറ്റിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഇല്ല, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് പറഞ്ഞാൽ മാത്രം പോരാ, പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. കാരണം ഈ ഒരു നെറ്റ് എക്സാമിന്റെ NDA നടത്തുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് പറഞ്ഞാല് നമ്മളെ പരമാവധി പറ്റിക്കും. പരമാവധി പറ്റിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പരമാവധി പറ്റിക്കും. നമ്മളൊരു പൊട്ടന്മാരായിട്ടാണ് NDA കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ അവർ ചിലപ്പോൾ ഒരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ആ നോട്ടൊന്നും കാണില്ല, നേരെ പോയിട്ട് ആൻസറിലേക്ക് അടിച്ച് ചാടി പോകും. അതിൽ നോട്ട് വരാതെ വന്നാലുള്ള ആൻസർ അതിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മളെ പറ്റിക്കുക വേണ്ടിയ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യം നല്ല രീതിയിൽ വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിച്ച സമയത്ത് അതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയാൽ പോലും അത് ആൻസറിലേക്ക് പോലും വീണ്ടും ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വായിച്ചു വെക്കണം. കാരണം അതിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചതി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ മൈൻഡിൽ വേണം. ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. പക്ഷെ അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. നിങ്ങൾ NDA എന്താക്കി മനസ്സിലാക്കുക, നിങ്ങൾ ശത്രുവാക്കി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ ശത്രുവിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അവരെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കണമല്ലോ. അപ്പൊ നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യവും ഇതാണ്. ചോദ്യം നല്ലോണം വായിച്ചു നോക്കുക. ഈ 5 സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ കിളി പോയ കളി കളിക്കാൻ പാടില്ല. നല്ലോണം വായിച്ചു നോക്കുക. ഇതെന്നെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒരിക്കലും തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നെഗറ്റീവ് അടിക്കരുത്. ഓക്കെ, കാരണം ഒരിക്കലും തന്നെ PSCന്റെ മാതിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്റെ ചോദിക്കില്ല. അവര് തലതിരിച്ചും മറിച്ചും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പല രീതിയിലുമാണ് ചോദിക്കുക. ഇപ്പൊ ഈ ചോദ്യം വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. What were the reasons behind the failure of Bahadur Shah to crush the Sikh uprising under Band Bahadur? Okay, Band Bahadur എന്ന് പറയുന്നത് ഒരു സിഖ് ലീഡർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ അപ്രൈസിങ് അടിച്ചമർത്തുന്നതിന് ബഹാദുർ ഷാ എന്ന് പറയുന്നത് ലേറ്റർ മുഗൾസിലെ ആദ്യത്തെ രാജാവാണ് ബഹാദുർ ഷാ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അത് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതില് ഏതോ ഒന്ന് മാത്രമേ തെറ്റുള്ളൂ എന്ന് ഉറപ്പാണ്. ബാക്കി 4 എണ്ണവും അതിന്റെ റീസൺ ആണ് എന്നുള്ളത് മനസ്സിലായി. എങ്ങനെ? ഓപ്ഷനിൽ നിന്ന് മനസ്സിലായി. കാരണം 4 ഓപ്ഷനിലും 4 എണ്ണം വീതമുണ്ട്. ഇവിടെ 5 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പൊ ഇതിൽ ഏതോ ഒന്നിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് മാത്രമേ റീസൺ അല്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം പരാജയപ്പെട്ടതിന്റെ റീസൺ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണം. നല്ലോണം നോക്കിയിട്ടേ നമ്മൾ ആൻസറിലേക്ക് വരാവൂ. നമ്മൾ ആൻസർ കിട്ടണം എന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിലേക്ക് ചാടരുത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിക്സ് എൻജോയ്ഡ് ദ സപ്പോർട്ട് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. ചിന്തിച്ചു നോക്കുക, കുറച്ചൊക്കെ നമ്മൾ കോമൺ സെൻസും യൂസ് ചെയ്യാം. സിഖുകാര് അവരുടെ ലോക്കൽ പോപ്പുലേഷനെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിച്ചമർത്താൻ കഴിയാതിരുന്നത്. സ്വാഭാവികമാണ്. കാരണം ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് ബന്ദ ബഹാദറിലൂടെ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ലോക്കൽ പോപ്പുലേഷന്റെ സപ്പോർട്ട് കിട്ടി എന്നത് മസ്റ്റ് ആണ്. അപ്പൊ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവൂലേ? നിങ്ങളാട്ടോ പറയേണ്ടത്, ഞാനല്ല. ഇവിടെ നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. എല്ലാവരും ആൻസർ ചെയ്യുകയും വേണം വായിച്ചു നോക്കിയിട്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിക്സ് മെയ്ഡ് സ്കിൽഫുൾ യൂസ് ഓഫ് ദി ടെറൈൻ ആൻഡ് ഫോളോഡ് ഗറില്ല മെയ്ഡ് ഓഫ് വാർഫെയർ. ഓക്കെ, അവരുടെ ആ ഒരു ഭൂപ്രദേശത്തിന്റെ പരമാവധി അവരത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗറില്ല വാർഫെയർ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയറിനെതിരെ ചെറിയൊരു വിഭാഗം യുദ്ധം ചെയ്യുന്ന സമയത്ത് ഗറില്ല വാർഫെയർ സ്വാഭാവികമാണ്. കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഏറ്റുമുട്ടിയിട്ട് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വലിയൊരു ടൈമിലേക്ക് ഒരു സീജ് ചെയ്യാനോ അല്ലെങ്കിൽ യുദ്ധം കണ്ടിന്യൂ ചെയ്യാനോ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗറില്ല
മോഡ് ഓഫ് വാർ ആയിരിക്കും അവർ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ പിന്നെ എവിടെന്നെങ്കിലും പൊങ്ങിയിട്ട് അറ്റാക്ക് ചെയ്യുക, ആ ഒരു രീതി അവരെന്തെങ്കിലും അപ്ലൈ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ചർച്ചയ്ക്ക് നമ്മളെ കോമൺ സെൻസ് യൂസ് ചെയ്യട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മ്യൂച്വൽ ജലസി ആൻഡ് ക്വാറൽ ഓഫ് മുഗൾ കമാൻഡേഴ്സ്. മുഗൾ കമാൻഡർമാർക്കിടയിൽ ആ സമയത്ത് പരസ്പരം തല്ലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കുക, ലേറ്റർ മുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, കാരണം ഔറംഗസേബിന് ശേഷമുള്ള സമയമാണ് ലേറ്റർ മുഗൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, വീക്ക്നെസ് ഓഫ് ദി ഇമ്പീരിയലിസ്റ്റ് അഗെയിൻസ്റ്റ് ദ നാച്ചർ ഓഫ് ദി സിഖ് അപ്രൈസിംഗ് ആൻഡ് ദിയർ ടാക്ടിക്സ്. അത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു അഡീഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇമ്പീരിയലിസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? മുഗൾസിനെ കുറിച്ചാണ്. അപ്പൊ അവര് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് കൊണ്ടാണ് ഈ സിഖ് അപ്രൈസിംഗ് എന്ത് ചെയ്തത്, വിജയിച്ചത്, അല്ലെങ്കിൽ അതിനടിച്ചമർത്താൻ കഴിയാതിരുന്നത്. അത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതും ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അവസാനം പറയുന്നത്, ബഹാദുർ ഷാ അപ്ലൈഡ് ദ ലോ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗുരു ഗോവിന്ദ് സിംഗ്. ഓക്കെ, ഗുരു ഗോവിന്ദ് സിംഗിന്റെ മരണത്തിന് ശേഷം ലോ ഓഫ് എസ്റ്റേറ്റ്, അതായത് സ്വത്തുകൾ കണ്ടുപിടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം ബഹാദുർ ഷാ അപ്ലൈ ചെയ്തു എന്നാണ് ഒരു അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതൊരു ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എക്സ്ട്രാ ഫാക്ട് പോലെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയാണ് എന്ന് തോന്നുന്നു? ബന്ദ ബഹാദൂറിന്റെ കീഴിലുണ്ടായിട്ടുള്ള സിഖ് അപ്രൈസിംഗ് അടിച്ചമർത്തുന്നതിൽ നിന്ന് പരാജയപ്പെടാൻ കാരണമായത് ഏതാണ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? 4 സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ട് എന്ന് ഉറപ്പായി. ആ 4 സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ആരിപ്പോ പറയുന്നുണ്ടല്ലോ ആൻസർ? ഓപ്ഷൻ 1 എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാരും ഒന്ന് വരാൻ പോണെ. ABCD. ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഈ മാത്രം ഒഴിവാക്കി ബാക്കിയെല്ലാം പിടിച്ചത്, ABCD പിടിച്ചത്? ചിലപ്പം NDനെ പോലെ ഞാൻ നിങ്ങളെയും പറ്റിക്കിട്ടോ, അത് നോക്കണം. ഇവിടെ ഞാൻ ND ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളാണ് ആസ്പിരൻസ്, നിങ്ങളുടെ അറ്റൻഡ് ചെയ്യാണ്. പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക ചിലപ്പോൾ NDയെ അവതരിപ്പിക്കും പോലെ ആയിരിക്കും. നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളെ യുക്തിയും യൂസ് ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. എല്ലാരും പറയട്ടെ, എല്ലാരും പറയാ. കുറച്ചു പേരെ പറഞ്ഞിട്ടുള്ള, ഒരു 4 പേരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പറയാ ആൻസർ. എല്ലാരും പറയണം. എല്ലാരും പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളൂ. വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. വാവാനി പറഞ്ഞു, രേഖ പറഞ്ഞു, ലത പറഞ്ഞു, ഹർഷ പറഞ്ഞു, അൻവർ പറഞ്ഞു. അൻവർ പറഞ്ഞില്ല, അൻവർ പറഞ്ഞു. പിന്നെ ഒരു ഐഫോണും പറഞ്ഞു. ആരാണ് ഈ ഐഫോൺ? നിങ്ങൾക്ക് പേര് വെച്ചൂടെ ഐഫോൺ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഐഫോൺ ഒന്നും വലിയ വിലല്ലടോ, എല്ലാവരുടെ അടുത്ത് ഐഫോൺ ഉണ്ട്. എന്റെ പേര് വെച്ചാ. ഓക്കെ, റിസ്ല പറഞ്ഞു, ഷദീദ് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ND ഞങ്ങളെ പറ്റിച്ചില്ല. ND നിങ്ങളെ കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ABCD ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇതിൽ എന്തല്ല, ശരിയല്ല. ഓക്കെ, ആ ഒരു കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി 4 എണ്ണവും ഓക്കെയാണ്. അപ്പൊ ABCD എന്ന് വരുന്ന ഓപ്ഷൻ A അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ബന്ദ ബഹാദൂർ ആരാന്നുള്ളത് ഓർത്തിരിക്കുക. ബന്ദ ബഹാദൂർ അദ്ദേഹം സിഖ് ആർമി കമാൻഡർ ആയിരുന്നു, ഖൽസയുടെ ആർമി കമാൻഡർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം മുഗൾസിനെതിരെ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്. പല യുദ്ധത്തിലും അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, മുഗൾസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ പരാജയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഡൽഹി വരെ വന്ന് കീഴടക്കിയെന്നല്ല കേട്ടോ. മുഗൾ ആർമിയെ പഞ്ചാബിൽ വെച്ചിട്ടും അതിന്റെ ചില ഏരിയകൾ വെച്ചിട്ടൊക്കെ അവർ പരാജയപ്പെടുത്തി. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് കർഷകർക്ക് ലാൻഡില് അവകാശം കൊടുത്തൊരു വ്യക്തിയായിരുന്നു ആര്? ഈ പറഞ്ഞ ബന്ദ് ബഹാദൂർ എന്ന് പറയുന്ന ആള്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്. അത് ഓർത്തിരിക്കുക. കാരണം ചിലപ്പോൾ എക്സാമിന് അത് വെച്ചിട്ടായിരിക്കും ചോദ്യം വരിക. ഓക്കെ. ജമീന്ദാരി സിസ്റ്റം മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് അവിടുത്തെ കർഷകർക്ക് പൂർണ്ണമായിട്ടും അധികാരം കൊടുത്തു. ആരോ നിന്റെ ഫോണ് ഓണായി കിടക്കുന്നുണ്ടോ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടത് നാനാക്ഷായി കോയിൻസ്. ഓക്കെ. 2 തരം കോയിൻസ് ആണ് സിഖുകാര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഗോവിന്ദ് ഷായി ആണ്, മറ്റൊന്ന് നാനാക്ഷായി ആണ്. ആ നാനാക്ഷായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഫാക്റ്റും നിങ്ങൾ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ സിഖ് കോയിൻസിൽ അവര് അവരുടെ സ്വർണത്തിലും അതേപോലെ സിൽവറിലും ഇത് രണ്ടിലും അവർ ഉപയോഗിച്ചിരുന്നത് പേർഷ്യൻ സ്ക്രിപ്റ്റ് ആണ്. നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പേർഷ്യൻ സ്ക്രിപ്റ്റ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവരുടെ കോപ്പർ കോയിൻസിന് മാത്രമാണ് അവരുടെ ഗുരുമുഖി സ്ക്രിപ്റ്റ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അതായത് സിഖ് പഞ്ചാബ് ലാംഗ്വേജിന്റെ സ്ക്രിപ്റ്റ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അവരുടെ കോപ്പർ കോയിൻസിലാണ്. ബാക്കി സിൽവറിലും അതേപോലെ അവരുടെ ഗോൾഡ് കോയിൻസിലും അവർ ഉപയോഗിച്ചത് ഏത് സ്ക്രിപ്റ്റ് ആണ്? പേർഷ്യൻ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ഓഥർ ഓഫ് സുന്ദരാണ്ഡകാവ്യ? സുന്ദരാണ്ഡകാവ്യയുടെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? വോയിസ് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ സ്ക്രീന് വിസിബിൾ അല്ലാതാവുകയും ചെയ്യുന്നില്ലല്ലോ? എന്തെങ്കിലും പറയണം കേട്ടോ. റേഞ്ച് കട്ടാവുകയോ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പറയാം. ഓക്കെ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എല്ലാവരും പറയണം. ചിത്രകയാണോ, അശ്വഘോഷയാണോ, ഭാഷയാണോ, അല്ലെങ്കിൽ ആര്യദേവയാണോ? ആരാണ് സുന്ദരാണ്ഡകാവ്യ രചിച്ചിട്ടുള്ളത്? ഇതെല്ലാവരും പറയാം. എല്ലാവർക്കും പറയാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ. ഭൂരിപക്ഷവും പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്നാണ്. ഓപ്ഷൻ ബി ആണോ? എല്ലാവർക്കും അതേ അഭിപ്രായമാണ്? ഓപ്ഷൻ ബി തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം? ഓക്കെ. ഓപ്ഷൻ ബി തന്നെയാണ്. അശ്വഘോഷയാണ് സുന്ദരാണ്ഡകാവ്യ രചിച്ചിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. അദ്ദേഹം കാളിദാസനെ പോലെ തന്നെ പരിഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് ആരെ? അശ്വഘോഷൻ. ഓക്കെ. അദ്ദേഹം ഓൾസോ കൺസിഡേർഡ് ദ ഫാദർ ഓഫ് സാൻസ്കൃത് ഡ്രാമ. സംസ്കൃത ഭാഷയിലെ ഡ്രാമയുടെ പിതാവായിട്ടും അദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫാക്ട് ഓർത്തിരിക്കുക. ചിലപ്പോൾ അത് വെച്ചിട്ട് ചോദ്യം വരാം. അത് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം. He popularized the style of Sanskrit poetry known as കാവ്യ. കാവ്യ എന്ന് പറയുന്ന സാൻസ്കൃത് പോയട്രിയുടെ ആ ഒരു സ്റ്റൈൽ, കാവ്യ സ്റ്റൈല് അത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? അശ്വഘോഷയാണ്. അശ്വഘോഷ ബ്രോട്ട് എ സാൻസ്കൃത് ഡ്രാമ സരിപുത്ര കർണ എന്ന് പറയുന്ന ഒരു സാൻസ്കൃത് ഡ്രാമ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിച്ച് ഡീൽസ് വിത്ത് സരിപുത്ര ഓർ സരിപുത്ര ദ ഡിസൈപ്പിൾ ഓഫ് ബുദ്ധ. ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള സരിപുത്രയെ കുറിച്ചിട്ടുള്ള ഒരു കൃതിയാണത്. അദ്ദേഹം ബുദ്ധചരിതയും എഴുതിയിട്ടുണ്ട്. ബുദ്ധചരിത ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ. അത് ബുദ്ധന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു കൃതിയിൽ വരുന്നത്. അതൊരു പോയറ്റിക് ഡിസ്കോഴ്സ് ആണ്. ഇതിനു പുറമെ ബുദ്ധചരിതക്കും അതേപോലെ സരിപുത്ര കർണക്ക് പുറമെ അദ്ദേഹം സുന്ദരാനന്ദ എന്ന് പറയുന്ന മറ്റൊരു കാവ്യം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ.
ഏതൊക്കെയാണ് അദ്ദേഹം രചിച്ചത്? സുന്ദരാനന്ദ, ബുദ്ധചരിത, സരിപുത്ര കർമ്മ. പിന്നെ ഓർത്തിരിക്കേണ്ടത് കാവ്യ എന്ന് പറയുന്ന സംസ്കൃത പോയട്രിയുടെ ആ ഒരു സ്റ്റൈല് അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? അദ്ദേഹമാണ്. ഇദ്ദേഹത്തെ സംസ്കൃത ഡ്രാമയുടെ ഫാദർ ആയിട്ടും പരിഗണിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ, ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പല രീതിയിലും ക്വസ്റ്റ്യൻസ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും, പല രീതിയിലും ഉണ്ടാക്കാം. എന്ത് വിചാരിച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻ ഇതിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ഒറ്റ എക്സ്പ്ലനേഷൻ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ എക്സാമിന് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്സ് ഈസ് നോട്ട് റിട്ടൺ ബൈ കമ്പൻ? കമ്പൻ രചിക്കാത്ത ബുക്ക് അല്ലെങ്കിൽ കൃതി ഏതാണെന്നാണ് ചോദ്യം. കമ്പരാമായണ ആ പേര് തന്നെ ഉണ്ട്, മൂവറുല, സാധോപകാരാനന്ദി, ഇരൾപത്ത്. ഇതിൽ ഏതാണ്, ഏതൊക്കെ അല്ല ഏത് കൃതിയാണ് ആര് രചിക്കാത്തത്? കമ്പൻ രചിക്കാത്തത് എന്നാണ് ചോദ്യം. ഏതാണ്? എല്ലാരും പറയാ, ഗസ് ചെയ്ത് നോക്കി. നിങ്ങൾ എന്തായാലും NDA എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യല്ലോ. അപ്പൊ ആ ഒരു സ്പിരിറ്റില് ചെയ്യാം. സെർച്ചും ചെയ്ത് നോക്കാം കേട്ടോ, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യും. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ട, നമ്മൾ സ്വയം നമ്മോട് ചെയ്യുന്ന അനീതിയാണ്. സെർച്ച് ചെയ്ത് നോക്കാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഗൂഗിൾ കിട്ടും. കാരണം അത്രക്കും ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് ഇവിടെ ലഭ്യമാണല്ലോ. ഗൂഗിളും മറ്റുള്ള പല പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്കത് ലഭ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോ അത് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ഇത്തരം സെക്ഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇതില് മൂവറുല എന്ന് പറയുന്ന ഈ ഒരു കൃതി കമ്പൻ രചിച്ചതല്ല. ഓക്കെ, മൂവറുല എന്ന് പറയുന്നത് അത് രചിച്ചത് ഒറ്റ ഉത്താറാണ്. ഒറ്റ ഉത്താർ, ആ പേരൊക്കെ അങ്ങനെ തന്നെ നോക്കി കേട്ടോ. ഇത് 3 ചോള രാജാക്കന്മാരുടെ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയും കൂടിയാണ്. അതുകൊണ്ടാണ് അതിലൊരു മൂവർ എന്നുള്ള പ്രയോഗം ഉണ്ട്, ഒരു 3 എന്നുള്ള പ്രയോഗം വരുന്നുണ്ടല്ലോ. നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടും. ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ലക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇനിയൊരു ചില ആൾക്കാർ പറയാറുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിനാണ് ഹിസ്റ്ററിയിൽ കൂടുതലായിട്ട് നെറ്റും GRF കിട്ടാറുള്ളത് എന്നുള്ള ഒരു വാദമുണ്ട്. അത് സൗത്ത് ഇന്ത്യൻസിന് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു വാദമാണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ അതിനെ ഉപബലകമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാറുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ഹിന്ദിയിലും കൊടുക്കാറുണ്ട്. 2 ഓപ്ഷൻ ഉണ്ടല്ലോ, ഹിന്ദിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഹിസ്റ്ററിയില് പ്രത്യേകിച്ച് ആൻഷ്യന്റിന്റെയും അതേപോലെ മിഡീവലിന്റെയും സമയത്തുള്ള ക്വസ്റ്റ്യൻസ് അത് ഹിന്ദി മീഡിയക്കാര് വായിക്കുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് ഹിൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവരുടെ നാറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന ഒരു ഭാഷയാണ്. അപ്പോ ക്വസ്റ്റ്യൻസിലുള്ള പ്രയോഗങ്ങളിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മൂവറുല എന്നുള്ളത് കണ്ടല്ലോ. അപ്പൊ ആ ഒരു മൂവർ എന്നുള്ള വാക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഈ ഒരു മൂവറുല ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഷ്യന്റ് തമിഴകത്തിലെ 3 രാജാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഓപ്ഷനിൽ ഈ ഒരു മൂവർ എന്നുള്ള വാക്ക് കണ്ടാൽ സ്വാഭാവികമായിട്ടും തമിഴ്നാടിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയുടെ സ്റ്റുഡന്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് ഒപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൽ ആ മൂവർ ഉണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലായി 3 എന്നുള്ള പ്രയോഗം അതിലുണ്ട്. അപ്പൊ ഇത് 3മായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ്. ഇപ്പൊ ചോദ്യം എന്താണ്, 3 രാജാക്കന്മാരെ കുറിച്ചാണ്. അപ്പോ ഇത് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അതാണ് ഒപ്റ്റ് ചെയ്യുക, അത് ശരിയാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഷയുടെ പ്രാധാന്യമാണ്.
അപ്പൊ അതേപോലെ ഈ അറബി ഭാഷ അറിയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയോ ഉറുദു ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മിഡീവലില് കുറച്ച് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. കാരണം മിഡീവൽ ടേമുകളും പ്രത്യേകിച്ച് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്ന പല ടേംസുകളും ആ ഒരു ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ അറബിക്ക് ടെർമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ അവർക്ക് അത് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതേപോലെ സാൻസ്കൃത ഭാഷ അറിയുന്ന ആൾക്കാർക്ക് ആൻഷ്യന്റ് ഇന്ത്യയും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ലാംഗ്വേജിന്റെ ഒരു കളിയും കൂടി ഇതിനിടയിൽ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ലാംഗ്വേജ് ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാര് അപ്പോൾ അത് വെച്ചിട്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ലാംഗ്വേജ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ഓർത്തിരിക്കാൻ വളരെ സഹായകരമാകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് NDA എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏതൊക്കെ ടാക്ടിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൃതിയിൽ 3 ചോള രാജാക്കന്മാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. വിക്രമ ചോള, കുലത്തുംഗ സെക്കൻഡ് ആൻഡ് രാജരാജ സെക്കൻഡ്. ഓക്കെ, ഈ 3 രാജാക്കന്മാരുടെ ജീവിതമാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഇനി 4ാമത്തെ ചോദ്യം, 4th ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ശരിയാക്കണം, ഇത് ആരും തെറ്റിക്കാൻ പാടില്ല. ഇത് തെറ്റിച്ച ആൾക്കാരെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹിന്ദു കോളനീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആർ ദ എഫേർട്സ് ഓഫ്. ഇന്ത്യക്ക് പുറത്ത് ഹിന്ദു കോളനി അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് പരിശ്രമിച്ച ടീംസ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇവിടെ 5 ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്: പല്ലവാസ്, ചോളാസ്, വിജയനഗര റൂളേഴ്സ്, ഖിൽജീസ്, മൗര്യാസ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നോക്കുക. ആൻസറിന്റെ ഓപ്ഷനിൽ എല്ലാത്തിനും 4 എണ്ണം വീതമുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒന്ന് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്നാലും ഒന്നുകൂടി വായിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞു, ജസ്റ്റ് നോക്കുമ്പോഴേക്ക് കിട്ടിയാലും ഒന്നുകൂടി വായിച്ചു നോക്കുക. ചിലപ്പോൾ അതിലെന്തെങ്കിലും ചതി ഉണ്ടാവും. എന്താണ് ആരൊക്കെയോ 4 എന്ന് പറയുന്നുണ്ട്. ABC. എല്ലാരും പറയും. അത് എല്ലാരും പറഞ്ഞു നോക്കി ഒന്ന്. സിമ്പിൾ അല്ലേ? എല്ലാരും പറഞ്ഞു നോക്കി. എല്ലാവരും പറഞ്ഞു നോക്കി. ഓക്കെ, എല്ലാവരും തന്നെ പറയുന്നത്. ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഖിൽജി എന്ന് പറഞ്ഞാൽ ഡൽഹി സുൽത്താനായിട്ടുള്ള രാജാക്കന്മാരാണല്ലോ. അവരൊരു ഹിന്ദു കോളനി ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടാക്കാനുള്ള ശ്രമം അവരുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ജസ്റ്റ് ചെക്ക് ചെയ്യാൽ മതി. അപ്പൊ അതിന് ആൻസർ ABC തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി 5ാമത്തെ ചോദ്യം, അഗെയിൻ സിമ്പിൾ, തെറ്റിക്കാൻ പാടില്ല. ലിറ്റററി സോഴ്സസ് ഫോർ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇൻക്ലൂഡ്. ഹിസ്റ്ററി പഠനത്തിന് ഉപയോഗിക്കുന്ന ലിറ്റററി സോഴ്സ് നല്ലോണം വായിച്ചു നോക്കുക. ലിറ്റററി സോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നല്ലോണം വായിച്ചു നോക്കണം. വെറും റിസോഴ്സിനെ കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്, ലിറ്റററി സോഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ശ്രീമദ് രാമായണ സ്വാഭാവികം, കോയൻസ്, ശ്രീമദ് മഹാഭാരത, ഇൻഡിക് ഓഫ് മെഗസ്തനീസ്, അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ. ഏതാണ്? ഇതൊന്നും കൂടുതൽ സമയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ACDE. കോയിൻസ് ഒരിക്കലും ഒരു ലിറ്റററി സോഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം. ചില ചോദ്യങ്ങളിൽ ചതി ഉണ്ടാവും. ആ ചതി ഉണ്ടാവും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ചോദ്യം. ഇതില് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ചൂടാമണി ഈസ് ആൻ ഓർണമെന്റ്. ചൂടാമണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു പ്രയോഗമുണ്ട്, ചൂടാമണി എന്നുള്ളത്. അതൊരു ഓർണമെന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു 5 സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ 4 എണ്ണം ശരിയാണ് എന്നാണ് NDA പറയുന്നത്, 1 തെറ്റാണ് എന്നാണ് NDA പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു വെക്കാം. മെയ്ഡ് ഓഫ് മെറ്റൽസ്, അത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഗിവൺ ടു ദേവി സീത ബൈ ഹനുമാൻ, ഹനുമാന് സീതാദേവിക്ക് കൊടുത്തതാണ് എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. നല്ലോണം വായിച്ചു നോക്കിയാൽ, കാരണം അതൊരു ചതിയാണ്. ഗിവൺ ടു ദേവി സീത ബൈ ഹനുമാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് NDA നമ്മളെ പറ്റിച്ചാണ് പറഞ്ഞത്. കാരണം അത് കൺഫ്യൂസ്ഡ് ആവും, തെറ്റിപ്പോവും.
പ്ലേസ് നെയിം ഇൻ ബംഗാൾ. ബംഗാളിലെ ചൂടാമണി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എന്നാണ് പറയുന്നത്. യൂസ്ഡ് ഇൻ ഡ്രസ്സിംഗ് ദ ഹെയർ. ഓക്കെ, മുടിയിൽ അവരത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, മുടിയിൽ വെക്കാനത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. റെഫേർഡ് ടു ഇൻ ശ്രീമദ് രാമായണ. ശ്രീമദ് രാമായണയിൽ ഇതിൽ പരാമർശിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ ഏതാണ്? ഇതൊന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കി. ഇതിന്റെ ആൻസർ പറയുന്ന ആൾക്കും ജവാബ് സമ്മാനം. സമ്മാനം എന്താന്നുള്ളതെന്ന് പറയൂട്ടോ. അപ്പൊ സമ്മാനം എങ്ങനെ തരാന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലേ? ആരൊക്കെയോ ആൻസർ പറയുന്നുണ്ട്. 1 ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ കാണുന്നില്ല. ഇതിന്റെ ആൻസർ ഇവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. മെയ്ഡ് ഓഫ് മെറ്റൽസ്, അത് ശരിയാണ്. നിങ്ങൾ ഓപ്ഷൻ പറയണ്ട, ഓപ്ഷന്റെ ആൻസർ ഇല്ല. കാരണം ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷന്റെ അല്ലത് 4 വീതം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മെയ്ഡ് ഓഫ് മെറ്റൽസ്, അത് ശരിയാണ്, ശരിയാണ്. ഗിവൻ ടു ദേവി സീത ബൈ ഹനുമാൻ, അല്ല, ഗിവൻ ടു ഹനുമാൻ ബൈ ദേവി സീത, അങ്ങനെയാണ്. ഓക്കെ, ബി തെറ്റാണ്. ഹനുമാന് സീതാദേവിയെ കൊടുത്തതല്ല, മറിച്ച് ഹനുമാന് ആര് കൊടുത്തതാണ്? സീതാദേവി കൊടുത്തതാണ്. ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയ. ഇത് രാമായണം അറിയുന്ന ആൾക്കാർക്ക് ഇത് അറിയാം. കാരണം ലങ്കയിൽ പോയ സമയത്ത് സീതാദേവിയെ ഹനുമാനെ കണ്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അതായത് രാമന് ആ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹനുമാന്റെ പക്കല് കൊടുത്തയച്ചതാണ് ഏത്? ചൂടാമണി. ഓക്കെ, അപ്പൊ അത് ആര് കൊടുത്തതാണ്? സീതാദേവി കൊടുത്തതാണ് ഹനുമാൻ. നിങ്ങള് ഈ രാമായണ മഹാഭാരതൊക്കെ ഇനി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പൊ അതൊക്കെ നല്ലോണം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കറണ്ട് പൊളിറ്റിക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് എക്സാം പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോ സീതാദേവി ആർക്ക് കൊടുത്തതാണ്? ഹനുമാന് കൊടുത്തതാണ്. ഓക്കെ, അപ്പോ ബി ഓപ്ഷൻ തെറ്റാണ്. ഇനി പ്ലേസ് നെയിം ഇൻ ബംഗാൾ. ബംഗാളിൽ അങ്ങനത്തെ ഒരു സ്ഥലമില്ല, അത് ഒഡീഷയിലാണ്. അപ്പോ സിയും തെറ്റാണ്, ബിയും സിയും തെറ്റാണ്. എയും ഡിയും ഇയും ശരിയാണ്, പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും എക്സാമിന് വരും. ഓക്കെ, ഇനി ചിലപ്പോ എൻ ഡി എ എന്ത് പറയും? ഇതിന്റെ ഒരു ഓപ്ഷൻ ശരിയാണ് എന്ന് പറയും. അങ്ങനത്തെ സമയത്ത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോ എൻ ഡി എ പറയാണ് ഇതില് എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു ആൻസർ കീ ഇടുന്ന സമയത്ത് എ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒരു പ്രൂഫും കാണിച്ചാൽ മതി. അപ്പോ അതെന്ത് ചെയ്യും? അവര് മാറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓൾറെഡി പറഞ്ഞു. In Hindu epic Ramayana, Sita, the wife of Lord Rama, gives a very special ornament to Hanuman. This ornament, known as the Chudamani, ഈ ചൂടാമണി എന്നുള്ളത് ഒഡീഷയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരുമാണ്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ. അഗെയിൻ 5 സ്റ്റേറ്റ്മെന്റ് ഉള്ള ചോദ്യമാണ്. നല്ലോണം വായിച്ചു നോക്കേണ്ട ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. 4 ശരിയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം 4 ഓപ്ഷനിലും 4 വീതം കൊടുത്തിട്ടുണ്ട്. ഇനി എൻഡിഎക്ക് തെറ്റാണെങ്കിൽ ചിലപ്പോൾ 3 ശരിയാവുള്ളൂ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. പക്ഷെ അത് എപ്പോഴും ഉണ്ടാവില്ല, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അതും കൂടി ഓർത്തിരിക്കുക. എപ്പോഴും തെറ്റില്ല, വളരെ അപൂർവമായിട്ട് തെറ്റാറുള്ളൂ. ജഹാംഗീർ conferred the title of Nadruzzman, Wonder of the Age, to painter അബ്ദുൽ ഹസൻ. അബ്ദുൽ ഹസന് നാദിറുസ്സമാൻ എന്നുള്ള ആ ഒരു പേര് ജഹാംഗീർ നൽകി എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, ഇപ്പൊ മുഗൾ പെയിന്റിങ്സിനെ കുറിച്ച് ഒരു കറക്റ്റ് ഐഡിയ വേണം, എന്നാലേ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ പഠിക്കുന്ന സമയത്തും അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മുഗൾ പെയിന്റിങ്സ് അതൊരു ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അതേപോലെ ആർക്കിടെക്ചർ അതങ്ങനെ തന്നെ എടുത്ത് പഠിക്കണം. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷന്, ജഹാംഗീർ കൺഫേർഡ് ദ ടൈറ്റിൽ ഓഫ് നാദിറുൽ അസർ ടു പെയിന്റർ അക്കാർ റസ. അക്കാർ റസ എന്ന് പറയുന്ന പെയിന്റർക്ക് നാദിറുൽ അസർ എന്ന് പറയുന്ന ടൈറ്റില് ജഹാംഗീർ കൊടുത്തു എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ? മൂന്നാമത്തത്, ഉസ്താദ് മൻസൂർ വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പെയിന്റർ ഡ്യൂറിംഗ് ജഹാംഗീർസ് റീജിയൻ ഹു എക്സെൽഡ് ഇൻ പെയിന്റിംഗ് ആനിമൽ ആൻഡ് ബേർഡ്സ്. ഉസ്താദ് മൻസൂർ ജഹാംഗീറിന്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പെയിന്റർ ആയിരുന്നു. അദ്ദേഹം ഈ പക്ഷികളെയും മൃഗങ്ങളെയും വരയ്ക്കുന്നതിലായിരുന്നു ഒന്നും കൂടിയും പ്രഗത്ഭനായിരുന്നത് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജസ്യൂട്ട് ഫാദർ ഫെർണാണ്ടോ ഗുറീക്രിയോ. എന്തായാലും നിങ്ങൾ അത് വായിച്ചു നോക്കുക പേരുന്ന് കേട്ടോ. അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് കുറച്ചൊരു ഐഡിയ, അതുകൊണ്ടാണ് പറഞ്ഞത്. Who visited imperial court mentions that Jahangir liked European art of painting. അപ്പൊ അദ്ദേഹം പറയുന്നത് ജഹാംഗീർ യൂറോപ്യൻ പെയിന്റിങ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, പിന്നീട് ജസ്യൂട്ട് ഫാദർ പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ബോർഡർ ഡെക്കറേഷൻസ് ഓഫ് ദി പിക്ചേഴ്സ് ഇൻ ജഹാംഗീർസ് ആൽബം ആർ റിച്ച് വിത്ത് സീൻസ് ഡെപിക്റ്റിംഗ് സോഷ്യൽ തീംസ്. സാമൂഹിക തീമുകള് അദ്ദേഹത്തിന്റെ ഈ ഒരു പിക്ചറിൽ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന് പ്രശ്നമുണ്ട്, ഏതോ സിംഗിൾ സ്റ്റേറ്റ്മെന്റിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഏതാണ്? ആരൊക്കെയോ ആൻസർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരാള് 3 ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ACD എയും സിയും ഡിയും ഇയും ശരിയാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള അഭിപ്രായം എന്താ? എല്ലാരും മതി. പിന്നെ ഒരാൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആൻസർ പറയണമെന്ന് കേട്ടോ. പണ്ട് സ്കൂളിൽ നിന്ന് പറയാറുണ്ടല്ലോ, ഒരേ അറ്റത്തിങ്ങോട്ട് തുടങ്ങിയാല് പിന്നെ ബാക്കി എല്ലാവരും അതിനായിരിക്കും പറയാ. പറഞ്ഞിങ്ങനെ പോകും, അവസാനം നിരത്തി തല്ലും കിട്ടും. ഞങ്ങൾ പഠിച്ച സമയത്ത് അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പഠിച്ച സമയത്ത് തല്ലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ സ്കൂളിൽ. ഞങ്ങൾ പഠിച്ച സമയത്ത് ചൂടൽ പ്രയോഗം ഉണ്ടായിരുന്നു. ഓക്കെ 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 എല്ലാരും പോകുന്നത് ACDയിലേക്കാന്ന് തോന്നുന്നു. ഒന്ന് ആൻസർ നോക്കാം. ഓപ്ഷൻ 3 ആണ്, ACD ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ജഹാംഗീർ അബ്ദുൽ ഹസന് നാദിർ സമാൻ എന്നുള്ള ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നാദിർ അസർ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ളത് അക്കാർ റസക്കല്ല. പിന്നെ ആർക്കാണ്? നമുക്ക് നോക്കാം ആർക്കാ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. മൻസൂർ, വൺ ഓഫ് ദി മോസ്റ്റ് ലീഡിംഗ് പെയിന്റേഴ്സ്, വാസ് വെരി ഡിയർ ടു ജഹാംഗീർ, who bestowed upon him the title of നാദിർ അസർ. ഓക്കെ, മൻസൂറിനാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്, ആ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓർത്തിരിക്കുക. നാദിർ അസറും അതേപോലെ നാദിർ സമാൻ, ഇത് രണ്ടും കൊടുത്തത് ആരാണ്? ഈ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ജസ്റ്റ് ചോദ്യം നോക്കി അങ്ങനെ പോകരുത്. അപ്പൊ നാദിർ അസർ, നാദിർ സമാൻ, അപ്പൊ ഈ പെയിന്റിങ് എന്ന് പറയുമ്പോൾ ജഹാംഗീർ, അതൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാണ്. കാരണം പെയിന്റിങ്ങിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച ഒരു മുഗൾ രാജാവുമാണ് ജഹാംഗീർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു GK നോളജ് എന്ന് പറയുന്നത്, എ ക്രാറ്റർ ഓൺ ദി പ്ലാനറ്റ് മെർക്കുറി ഇസ് നെയിംഡ് ഇൻ ഹോണർ ഓഫ് മൻസൂർ. ഈ മൻസൂറിന്റെ ഹോണറായിട്ട് മെർക്കുറിയിലെ ഒരു ഗർത്തത്തിന് പേരിട്ടിട്ടുണ്ട്, മൻസൂർ എന്നുള്ള ആ പേരിട്ടിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, പറയാൻ പറ്റില്ല. ഗോവർദ്ധൻ വാസ് എ ഫേമസ് പെയിന്റർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അക്ബർ ആൻഡ് ഷാജഹാൻ മുഗൾ നമ്പർ. ഓക്കെ, അക്ബറിന്റെയും ഷാജഹാന്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട
ഒരു പെയിന്റർ ആയിരുന്നു ഗോവർദ്ധൻ എന്ന് പറയുന്നത്. ആ പേര് ഓർത്ത് വെക്കുക. മീർ സയ്യിദ് അലി വാസ് എ ഫേമസ് പെയിന്റർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹുമയൂൺ. ഹുമയൂണിന്റെ സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റർ ആയിരുന്നു മീർ സയ്യിദ് അലി. അപ്പൊ ഇത് സെപ്പറേറ്റ് അങ്ങനെ തന്നെ മനപ്പാഠം പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പല പെയിന്റേഴ്സിന്റെ പേരും മുഗൾ രാജാക്കന്മാരെയും കണക്ട് ചെയ്തിട്ട് പല രീതിയിലും ചോദ്യങ്ങൾ ഏകദേശം എല്ലാ ടേമിലും വരാറുണ്ട്. ഓക്കെ, മുഗൾ പെയിന്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ അതേപോലെ ക്രോണോളജി ഇതൊക്കെ ഈ അടുത്തായിട്ട് NDA കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല സമയത്തും ഈ UGC നെറ്റ് എക്സാമിന് ഒരു ട്രെൻഡ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പോ കളിക്കുന്ന ട്രെൻഡുകളാണ് ഇതൊക്കെ, സ്റ്റേറ്റ്മെന്റും അതേപോലെ ക്രോണോളജി ഒക്കെ. ഓക്കെ, ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആരാ പറഞ്ഞത്? എന്ത്? ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് എംപയേഴ്സ് ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ഗ്രീസ്ഡ് കാട്രിഡ്ജസ്. ഓക്കെ, അപ്പൊ ഗ്രീസുള്ള കാട്രിഡ്ജസുമായി ബന്ധപ്പെട്ടതല്ല, അല്ലെങ്കിൽ അത് ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം. ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അത്രയും ക്ലൂ വരെ തന്നു. ഇനി ആൻസർ പറയാം. കോൺവാലിസ് ആണോ, ലിറ്റർ ആണോ, ഡിസ്ട്രൈഡി ആണോ, അല്ലെങ്കിൽ മേയോ ആണോ? ഇതൊക്കെ എല്ലാരും ആൻസർ പറയണേ. ഇത്രയും ക്ലൂ തന്നിട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ മോശം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ? അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബുക്ക്, നിങ്ങൾ എന്തായാലും ഒരു നോട്ട് ഉണ്ടാകുമല്ലോ, നോട്ട് ചെയ്ത് വെക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗം ഒരു 5 or 6 പേജ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ കിട്ടുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും, അത് ആൻഷ്യന്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാവട്ടെ, മെഡീവലിന്റെ ഭാഗത്തു നിന്നാവട്ടെ, മോഡേണിന്റെ ഭാഗത്തു നിന്നാവട്ടെ, അതൊക്കെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാൻ ഒരു 10-20 മിനിറ്റ് കൊണ്ട് 100 സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് അത് ആര് പറഞ്ഞു, ഏത് സിറ്റുവേഷനിൽ പറഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിരിക്കാൻ കഴിയണം. കാരണം അത് എന്തായാലും ചോദ്യം വരും. പല രീതിയിലും ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ എക്സാമുകളിലായിട്ട് വന്നിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം, which writer has given first-hand information about the administration of ഷെർഷാ സൂരി? ഷെർഷാ സൂരിയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ള മെഡീവൽ ഹിസ്റ്റോറിയൻ ആരാണ് എന്നാണ് ചോദ്യം. അബുൽ ഫസലാണോ, കാഫി ഖാനാണോ, അബ്ദുൽ ഖാദർ ബദൌനിയാണോ, അല്ലെങ്കിൽ അബ്ബാസ് ഖാൻ സിർവാനിയാണോ? സിമ്പിൾ ആണ്. മെഡീവൽ ഏരിയകളെ കുറിച്ച് കുറച്ചെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഷെർഷാ സൂരിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണെന്ന് ചിന്തിച്ചാൽ മതി. ആരാണ്? ഓക്കെ ഓക്കെ, അവാനി പറയുന്നത് ഓപ്ഷൻ ഡി ആണെന്നാണ്. അബ്ബാസ് ഖാൻ ഷെർവാനി. എന്താണ് ബാക്കിയുള്ള അഭിപ്രായം? അങ്ങനെ അമാന്തിച്ച് നിൽക്കണ്ട, ആൻസർ പറഞ്ഞോളൂ. ഇവിടെ നിങ്ങൾ ആരും ഉള്ള എന്ത് ചെയ്യൂല, ജഡ്ജ് ചെയ്യൂല കേട്ടോ. ഓക്കെ, ശരിയാണ്, അബ്ബാസ് ഖാൻ ഷെർവാനിയാണ്. താരിഖി ഷെർഷായി എഴുതിയതാരാണ്? അബ്ബാസ് ഖാൻ ഷെർവാനിയാണ്. ഓക്കെ, 1580 ഹി വാസ് എ വാക്കിൻ ആഫീസ് അണ്ടർ മുഗൾ എംപറർ അക്ബർ. അക്ബറിന്റെ സമയത്ത് ഒരു വാക്കിൻ ആഫീസ് ആണ് ആര്? ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു ആര്? ഈ പറഞ്ഞിട്ടുള്ള അബ്ബാസ് ഖാൻ ഷെർവാനി. അദ്ദേഹമാണ് ഷെർഷാ സൂരിയുടെ ഈ ഒരു കൃതി, അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ചുള്ള കൃതി രചിച്ചിട്ടുള്ളത്. അതിന്റെ കൃതിയുടെ പേര് താരിഖെ ഷെർഷായി എന്നാണ്. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു.
ആ കൃതിയുടെ പേര്, അത് എഴുതിയിട്ടുള്ള ഹിസ്റ്റോറിയന്, അദ്ദേഹം ഏത് സമയത്താണ് എഴുതിയിട്ടുള്ളത്, അദ്ദേഹം ഏത് രാജാവിന്റെ കീഴിലായിരുന്നു, അദ്ദേഹത്തിന്റെ പദവി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന വർക്ക് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതൊക്കെ ചോദ്യങ്ങളാണ്, അതൊക്കെ അടുത്തൊരു എക്സാമിന്റെ ചോദ്യമാണ്. നമ്മളത് അങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, നമ്മൾ കാണേണ്ടത് NDA എങ്ങനെ ചോദ്യം ചോദിക്കും, NDA ഇവിടുന്ന് എങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കും, അങ്ങനെ ചിന്തിച്ചു നോക്കുക. നമ്മൾ തന്നെ ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ NDA ആയി മാറുക. നിങ്ങളൊരു NDAയുടെ ഒരു ചോദ്യം ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം സിമ്പിൾ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി പത്താമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ആരവിടെ രണ്ട് ശരിയിട്ട് പോയത്? അതാരപ്പാ എവിടെ രണ്ട് ശരിയിട്ട്? ഞാനല്ല. ഓക്കെ, പത്താമത്തെ ചോദ്യം വായിച്ചു നോക്കി. മാച്ച് ദ ഫോളോയിങ്. 4 കൃതികളാണ്. ആ കൃതികളുടെ ഉള്ളടക്കമാണ് ലിസ്റ്റ് 2-ലുള്ളത്. ഓക്കെ, അപ്പോ ആൻഷ്യന്റ് ലിറ്റററി സോഴ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, എന്നാലേ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുമാരസംഭവം, വിക്രമോർവശീയം, ഋതുസംഹാർ, മാളവികാഗ്നിമിത്ര, ഇതാണ് 4 കൃതികള്. അപ്പൊ അതിനടുത്ത ഓപ്ഷനിൽ പറയുന്നത് ഫെയറി ടെയിൽ ഓഫ് ദി ലവ് ഓഫ് എ സെലസ്റ്റിയൽ നിംഫ് വിത്ത് എ മോർട്ടൽ. ഓക്കെ, ഒരു സെലസ്റ്റിയൽ നിംഫും അതേപോലെ ഒരു ഭൂമിയിലത്തെ ഒരു ആളും തമ്മിലുള്ള പ്രണയകഥ. രണ്ടാമത്തത് നരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് വെഡിങ് ഓഫ് ശിവ വിത്ത് പാർവതി, ശിവപാർവതി വിവാഹമാണ് പറയുന്നത്. അതേപോലെ തന്നെ ബർത്ത് കുമാർ ദെയർ സൺ, അവരുടെ സണ്ണായിട്ടുള്ള കുമാറിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തത് എ ഹറം ഡ്രാമ ആൻഡ് എ കോർട്ട് കോമഡി ഓഫ് ശുങ്കാസ് ടൈം. അവസാനത്തത് ഡിസ്ക്രൈബ് ലൂസിലി ആൻഡ് ഗ്രാഫിക്കലി ദ 6 സീസൺസ്, 6 സീസണെ കുറിച്ച് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഋതുസംഹാർ, ഋതുക്കൾ എന്ന് പറഞ്ഞാൽ സീസൺ. അപ്പൊ സ്വാഭാവികമായിട്ടും C4 അല്ലെ? C4 വരുന്നത് എത്ര ഓപ്ഷനിലുണ്ട്? C4 വരുന്നത് C4 വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, 2ഉം 3ഉം ഉണ്ട്. ഇനി ഒന്നുകൂടി ചിന്തിച്ച് നോക്കുക. കുമാരസംഭവം. അപ്പൊ കുമാരനുണ്ട്, അപ്പൊ കുമാരന് വരുന്നത് എവിടാണ്? A2യും C4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 3 അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? അതാണ്. നമുക്ക് 2 ഓപ്ഷൻ കിട്ടിയാൽ മതി, ബാക്കിയുള്ള നമുക്ക് അറിയില്ലെങ്കിലും പ്രശ്നമല്ല, ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം A2യും അതേപോലെ C4ഉം വരുന്ന വേറെ ഓപ്ഷൻ ആയില്ല, ആകെ ഒറ്റൊന്നേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്നതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇത് നമുക്ക് NDAയുടെ എക്സാമിന് ഒരിക്കലും തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അതിന്റെ ആൻസർ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. മറിച്ച് ഒരു ഓപ്ഷൻ കാണുന്ന സമയത്ത് അത് ആൻസർ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടായിച്ചാൽ മതി. അതിനെ വലിയൊരു കഴിവാണ്. ഓക്കെ, ഒരു ഓപ്ഷൻ കാണുന്ന സമയത്ത് അത് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം, ഇതിനെ കുറിച്ച് നമുക്ക് സ്പീഡാക്കാം. ഏകദേശം 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാണ്ട്. The statement, the only worthy of British steel was given by a British magistrate about which leader of the revolt of 1857. 1857 റിവോൾട്ടിന്റെ സമയത്ത് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് പറഞ്ഞ ഡയലോഗാണ്. ബ്രിട്ടീഷ് സ്റ്റീലിന് വൃത്തിയായിട്ടുള്ള വ്യക്തി ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. താന്തിയ തോപ്പാണോ, അല്ലെങ്കിൽ നാനാ സാഹേബാണോ, മൗലവി അസീമുള്ളയാണോ, അല്ലെങ്കിൽ കുൻവർ സിംഗ് ആണോ? ആരാണ്? വേഗം ആൻസറിലേക്ക് എത്തുക.
ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുൻവർ സിംഗ് ആട്ടോ. അദ്ദേഹം ഒരു ഉജ്ജയിൻ ക്ലാൻ, അതായത് ഒരു പരമാര രജപുത്രപ്പെട്ട വ്യക്തിയാണ്. ബീഹാർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം. ബീഹാറിൽ നിന്നുള്ള നേതാവായിരുന്നു അദ്ദേഹം. അറിയപ്പെടുന്നത് വീർ കുൻവർ സിംഗ് എന്നാണ്. അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നത്. 80ാമത്തെ വയസ്സ്. ഇനി 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. ഇന്ത്യക്ക് അറിയാം, ഈ 5 സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കാൻ തന്നെ പല ആൾക്കാർക്കും മടിയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഇൻട്രസ്റ്റ് പോകും ആ ചോദ്യത്തിനോടുള്ള. ഓക്കെ, പക്ഷെ സംഭവം സിമ്പിൾ ആയിരിക്കും, സാധനം സിമ്പിൾ ആയിരിക്കും, അതിന്റെ ആൻസർ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അവര് സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നേ ഉള്ളൂ. ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിരക്തി ഉണ്ടാവാനില്ല. അത് നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കണമെങ്കിൽ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ആയിട്ടും അതേപോലെ PYQ ആയിട്ടും പല രീതിയിൽ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് അതിനോടുള്ള ആ ഒരു വിരക്തി നമുക്ക് ഇല്ലാതെയാവണം. എന്നിട്ട് എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള. ഒന്ന് പറയുന്നത്, ഹി ഡിഫീറ്റഡ് പട്ടാഭി സീതാരാമയ്യ ഇൻ കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ അറ്റ് ത്രിപുരി കോൺഗ്രസ് ഇൻ 1939. 1939 ത്രിപുര കോൺഗ്രസ് സെക്ഷനിൽ അദ്ദേഹം പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സീസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് സ്പീച്ച് ഡെലിവേർഡ് ഇൻ അബ്സെന്റിയ അറ്റ് ലണ്ടൻ ഇൻ 1933 അറ്റ് എ പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം അവിടെ അവതരിപ്പിച്ചതാണ്, ലണ്ടൻ സീസ് എന്ന് പറയുന്നത്. Okay, he accompanied Deshbandhu Chiranjan Das as his personal assistant to Gaya Congress section of 1922. 1922 ഗയ കോൺഗ്രസ് സെക്ഷനിൽ ചിരഞ്ജൻ ദാസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഡി, ഇന്ത്യൻ പിലിഗ്രിം ഈസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കാത്ത ഓട്ടോബയോഗ്രഫിയാണ് ഇന്ത്യൻ പിലിഗ്രിം എന്ന് പറയുന്നത്. ഹി വാസ് എ മെമ്പർ ഓഫ് അനുശീലന സമിതി. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതാണ് ആ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഒരുപാട് ആൾക്കാർ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം. ABDE പറഞ്ഞ ഒരാളുണ്ട്. ABDE, എല്ലാരും ABDE പറയുന്നത്. ABCD പറഞ്ഞ ആൾക്കാരുണ്ട്. ABCD. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അദ്ദേഹം ഒരിക്കലും തന്നെ അനുശീലന സമിതിയിലെ മെമ്പർ ആയിരുന്നില്ല. ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, അനുശീലന സമിതി, ഇത്തരം സമിതികളെ കുറിച്ച് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഒരുപാട് ചോദ്യം വരാറുള്ള ഏരിയകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ, എക്സ്ട്രീം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ പറയാം. നമ്മൾ വായിച്ചു നോക്കുക, ഞാൻ വായിക്കുന്നില്ലല്ലോ. ആൻസർ നിങ്ങൾ കണ്ടുപോയില്ലേ? സോറി. ഇത് എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്. എത്ര ചാട്രാക്ട് ഉണ്ടെന്നാണ് ചോദ്യം. ഇനി 14ാമത്തെ ചോദ്യം 4 കേട്ടോ. 4 ചാട്രാക്ട് ആണ്. ഇനി 14ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഇവിടെ 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻസറിൽ 3 വീതേ ഉള്ളൂ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് ഉറപ്പാണ്. 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് ഉറപ്പാണ്. വായിച്ചു നോക്കാം. ടൊബാക്കോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് അക്ബർസ് കോർട്ട് ഇൻ 1604 and 05. 1604-605 കാലഘട്ടത്തിൽ അക്ബറിന്റെ കോർട്ടിൽ ടൊബാക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ലഹരി ബന്ദർ വാസ് ദ ചീഫ് സീ പോർട്ട് ഓഫ് സിന്ധ് ഫ്രം വെർ കോട്ടൺ ക്ലോത്ത്സ് വർ എക്സ്പോർട്ടഡ് ടു പേർഷ്യൻ ഗൾഫ്. ഈ പറയുന്ന ലഹരി ബന്ദർ എന്ന് പറയുന്ന ആ ഒരു പോർട്ടിൽ നിന്നാണ് പേർഷ്യയിലേക്ക്
കോട്ടൺ ക്ലോത്തുകൾ എക്സ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത് ദ പോർട്ട് ഓഫ് പിപ്പിൾ വാസ് സിറ്റുവേറ്റഡ് ഓൺ ദി മലബാർ കോസ്റ്റ്. മലബാർ കോസ്റ്റില് ഇങ്ങനത്തെ ഒരു പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ ഇതൊരു പോർട്ട്? അക്കോർഡിംഗ് ടു മോർലാൻഡ്, there was as many as 13 famines in India between 1614 and 1616. 1660-ന്റെയും 614-ന്റെയും ഇടയിൽ ഏകദേശം 13 ഫെമൈൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് മോർലാൻഡ് പറയുന്നത്. ലാർജസ്റ്റ് സപ്ലൈ ഓഫ് സാൾട്ട് പീറ്റർ ഇൻ 16th century came from കാശ്മീർ. കാശ്മീർ എന്നായിരുന്നു വരെ സാൾട്ട് പീറ്ററിന്റെ പ്രധാനപ്പെട്ട സപ്ലൈ ഉണ്ടായിരുന്നത് 16ാം നൂറ്റാണ്ടിൽ. രണ്ട് സ്റ്റേറ്റിന് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, കാരണം കാരണം പോർട്ട് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവുന്നു. മലബാർ കോസ്റ്റിലാണെന്ന് അവർ പറയുന്നത്. മലബാറുള്ള നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, എല്ലാവരും 3 പറയുന്നത്. എ ബി ഡി. എയും ബിയും ഡിയും ശരിയാണെന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, എ ബി ഡി ശരിയാണ്. ഇനി 15ാമത്തെ ചോദ്യം. അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് തമ്മിൽ പൂരിപ്പിക്കാനാണ്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് 1 ബാഗ് സരായെ അഫ്സഹാൻ ആണ് ഫസ്റ്റ്. അടുത്തത് ബുലന്ദ് ദർവാസ, മറ്റൊന്ന് മൻ മന്ദിർ, അടുത്തത് ഹൗദെ ഷംസി. ഇതാണ് 4 സാധനങ്ങൾ. ഈ 4 കാര്യങ്ങൾ നിർമ്മിച്ച ആൾക്കാരാണ് അടുത്ത ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അക്ബർ, ഇൽതുമിഷ്, ബാബർ, രാജ മൻസിംഗ് തോമർ. അവര് തമ്മിലുള്ള കണക്ഷൻ ആയിട്ട് കണക്ട് ആയാലേ ഉത്തരം കിട്ടി. സിമ്പിൾ ആണ്. ബുലന്ദ് ദർവാസ് ആരാണ്ടാക്കി? എക്സ്ട്രീം സിമ്പിൾ ആണ്. ആരാണ്ടാക്കി ബുലന്ദ് ദർവാസ്? 10 ഏക്കർ സിക്രി പോയാല് കയറി പോകുന്ന അവിടെ നിങ്ങളുടെ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. ആരെ? ബുലന്ദ് ദർവാസ് ഉണ്ടാക്കിയതാരാണ്? അക്ബർ ആണ് അല്ലെ? അപ്പൊ ബി 1 എന്നുള്ളത് നമുക്ക് കിട്ടി. ബി 1 എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്, നമ്മൾ പെട്ടു. അപ്പം ബാക്കിയുള്ളതും കൂടി നമ്മൾ കണ്ടെത്തണം. ഇനി മൻമന്ദിർ ആരാണ്ടാക്കിയത്? മൻമന്ദിർ രാജ മൻസിംഗ് അല്ലെ? അപ്പൊ C4 ഗോളിയോർത്തെ രാജാവാണല്ലോ. C4 വരുന്ന ഏതാണ്? C4ഉം B1ഉം. C4ഉം B1ഉം വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആൻസറിലേക്ക് എത്താം. C4ഉം B1ഉം. ഓക്കെ, 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാഗ് സരായ അഫ്സാൻ നിർമ്മിച്ചത് ബാബറാണ്. ഹൗദെ ഷംസ് നിർമ്മിച്ചത് ഇൽതുമിഷ് ആണ്. മൻമന്ദിർ രാജ മൻസിംഗ് തോമർ ആണ്. ബുലന്ദ് ദർവാസ അക്ബറാണ്. പിന്നെ ഈ ഒരു ബാഗെ നൂർ അഫ്സഹാൻ അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആരാം ബാഗ് എന്ന് പറയും, അതും സെയിം സാധനമാണ്. ഗാർഡൻ ഓഫ് റെസ്റ്റ്. ആരാം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ വേരിയസ്ലി നോൺ ആസ് ബാഗെ നൂർ അഫ്സഹാൻ, ലൈറ്റ് സ്കാറ്റേർഡ് ഗാർഡൻ. അതേപോലെ ആലസി ബാഗ്, ലേസി ഗാർഡൻ എന്നത് അറിയപ്പെടുന്നുണ്ട്. ആലസം എന്ന് പറഞ്ഞാല് മടിയാണല്ലോ. അപ്പൊ ആ ലേസി ഗാർഡൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ആലസി ബാഗ്, അതേപോലെ ബാഗെ നൂർ അഫ്സഹാൻ, അതേപോലെ ആരാം ബാഗ്. 3 പേരിൽ അറിയപ്പെടുന്നതും സെയിം സാധനം. അപ്പൊ ചോദ്യം ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിന് ആലസി ബാഗ് എന്നുള്ള പേര് വരാൻ കാരണമായിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ് വരുന്നത്. അക്കോർഡിംഗ് ടു ലെജൻഡ്, എംപറർ അക്ബർ പ്രപ്പോസ്ഡ് ടു ഹിസ് തേർഡ് വൈഫ്. അദ്ദേഹത്തിന്റെ 3ാമത്തെ ഭാര്യയെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് ഈ ഒരു തോട്ടത്തിൽ നിന്നായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ടത്തെ രാജാക്കന്മാരെ അവരുടെ ഒഴിവ് സമയങ്ങൾ അവർ അർമാദിച്ചിരുന്നത് ഇത്തരം ഉദ്യാനങ്ങളിലായിരുന്നല്ലോ. ഹു വാസ് എ ഗാർഡനർ ദർ ബൈ ലേയിങ് ഇതിൽ for 6 days until she agreed to marry him. ഓക്കെ, ഈ കഥയനുസരിച്ച് അക്ബർ ഒരു കുസൃതിക്കാരനായിരുന്നു മനസ്സിലായി. അദ്ദേഹം പ്രപ്പോസ് ചെയ്തതിനു ശേഷം പിന്നെ 6 ദിവസം അവിടെ അങ്ങ് കിടന്നു എന്ന് പറയുന്നത്. പിന്നെ അവിടെ നീച്ചില്ല, സമ്മതിക്കുന്നവരെ അവിടെ തന്നെ നിന്നാണ്. ഓക്കെ, അവസാനം കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണോ അല്ലെ അവിടുന്ന് എണീറ്റ് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ആലസി ബാഗ് എന്നുള്ള പേര് കിട്ടിയത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കിടന്നു വെറുതെ
ഒരു രാജാവാട്ടോ, നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വാക്കിനെ കുറിച്ച് ഇനി മറന്നു പോയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കാരണം നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെ നമ്മളത് മറന്നു പോയില്ല. അപ്പൊ മൈൻഡിൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും പറ്റും. ഇനി 16-ാമത്തെ ചോദ്യം. 16-ാമത്തെ ചോദ്യം ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഷ്യന്റിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല തറവായിട്ടത് നോക്കിയ ആൾക്കാരൊക്കെ അതിന് ആൻസറിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിക്കുള്ളൂ എന്നുള്ളൂ. വായിച്ചു നോക്കുക. കുമാരപ്പാൽ ചരിത സംഗ്രഹ, ഗൗഡ് വാഹോ, അമീർ മഹാകാവ്യ, പ്രബന്ധഘോഷ്. 4 കൃതികളാണ്. അതിന്റെ രചയിതാക്കളാണ് ലിസ്റ്റ് 2-ലുള്ളത്. വാഗ്മതി രാജ്, രാജശേഖർ, ജെയിൻ ആചാര്യ ഹേമചന്ദ്ര, നയൻ ചന്ദ്ര സൂരി. ഓക്കെ, ഇതാണ് ചോദ്യം. ഇത് തമ്മിൽ കണക്ട് ചെയ്യാം, പെട്ടെന്ന് കണക്ട് ചെയ്തോളി. പ്രബന്ധഘോഷ് അത്യാവശ്യം ഫേമസ് ആണ്. പ്രബന്ധഘോഷ് അല്ലേ, ഫേമസ് അല്ലേ? പ്രബന്ധഘോഷ് ഫേമസ് അല്ലേ? ആരും ആൻസർ പറയാത്ത? പ്രബന്ധഘോഷ്. ഓക്കെ, ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. പ്രബന്ധഘോഷ് രാജശേഖരാണ്. അപ്പൊ എ കുമാരപ്പാൽ ചരിത സംഗ്രഹ, A3 ജെയിൻ ആചാര്യ ഹേമചന്ദ്രയാണ്. ഓക്കെ, ഇനി ഗൗഡവാഹോ വാഗ്മതി രാജാണ്. അമീർ മഹാകാവ്യ നയൻചന്ദ്ര സൂരിയാണ്. പ്രബന്ധഘോഷ് രാജശേഖർ. ഇനി ഒരിക്കലും നിങ്ങളത് മറന്നു പോകാൻ പാടില്ല. പ്രബന്ധഘോഷ് രാജശേഖർ. രാജശേഖരനാണ് പ്രബന്ധം എഴുതിയിട്ടുള്ളത്. പ്രബന്ധം ആരാ എഴുതിയത്? രാജശേഖരാട്ടോ, മറന്നു പോകരുത്. അതേപോലെ ഗൗഡവാഹോ, ഗൗഡൻ ആരാണ്? വാഗ്മതി രാജ, വാഗ്മതി രാജയാണ്. പിന്നെ നല്ല പേരല്ലേ, നയൻചന്ദ്ര സൂരി. എന്ത് രസമുള്ള പേരാ. അദ്ദേഹമാണ് ഹമ്മീർ മഹാകാവ്യം. ഹമ്മീർ മഹാകാവ്യം. എങ്ങനെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചോളി. ഓക്കെ, അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. അടുത്ത ചോദ്യം, 17-ാമത്തെ ചോദ്യം. ഞാൻ ചോദ്യം കൊടുത്തില്ല, നേരെ ആൻസർ കൊടുത്ത്. ഓക്കെ, 15 ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ചോദ്യങ്ങൾ എന്തായാലും വായിച്ചു നോക്കുക. മൗര്യാസ് എക്കോണമി ഈസ് ബേസ്ഡ് ഓൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. മൗര്യ എക്കോണമി ബേസ്ഡ് ഓൺ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഒരു ഓപ്ഷൻ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഒരു അഗ്രികേറിയൻ സൊസൈറ്റിയാണ്. സ്മിത്തിങ് ഇൻഡസ്ട്രി, അപ്പോൾ കൃഷിയാണെങ്കിൽ സ്മിത്തിങ് ഇൻഡസ്ട്രി ഉണ്ടാവും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പേപ്പർ ടെക്നോളജി ചിന്തിച്ചു നോക്കുക. എക്സ്കവേഷൻ ഓഫ് ടാങ്ക്സ്, കാരണം കൃഷിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതുമുണ്ട്. ഇതിൽ ഡി ആണ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തത്. അതങ്ങടുത്ത് ഒഴിവാക്കുക. ABC എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ്. 18 റീസൺ ഫോർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓഫ് ജൈനിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജൈനിസം എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാരണം നമ്മൾ കണ്ടെത്തുക. ഇതും സിമ്പിൾ ആണ്, ഒക്കെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ആ ഒരു പോളിസി. ജീവിക്കുക, ബാക്കിയുള്ള ജീവിക്കാൻ അനുവദിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടുമുണ്ട്. അഹിംസ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. ട്രേഡ് ആണ് കൊമേഴ്സ്. ജൈനമതക്കാരെ കച്ചവടത്തിന് ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, നാച്ചർ ഓഫ് ബ്ലഡ് ഫോർ ബ്ലഡ്, രക്തത്തിന് രക്തം എന്നുള്ള ഒരു ചിന്താഗതി ആർക്കിടയിൽ ഉണ്ടായിരുന്നു. അതില്ലാതെ ഉറപ്പല്ലേ. ഇപ്പൊ ഡി പിടിച്ച് ഒഴിവാക്കുക. ഡി ഇല്ലാത്ത ഓപ്ഷൻ ഏതാ നോക്കുക. ഓപ്ഷൻ 2 അല്ലേ, ABC. അതാണ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. 19 അടുത്തൊരു സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് നക്ഷബന്ദി സിൽസില? ഇതൊരു സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നക്ഷബന്ദി സിൽസില ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നക്ഷബന്ദി സിൽസില ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ ആരാണ്? ഷാ നയാമത്തുള്ള ഖാദിരി, ഷാ അബ്ദുള്ള സത്താരി, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, ഖാജ വാക്കിബില്ല. ഇതിൽ ആരാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം.
വേഗം പറഞ്ഞോളി. ആരൊക്കെയോ രണ്ട് പറഞ്ഞു. ബാക്കിയില്ല കേട്ടോ. ഖ്വാജ ബാക്കിയില്ലയാണ് ഇന്ത്യയിലെ നക്ഷബന്ദി സിൽസില ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി ആരും ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ പാടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. നക്ഷബന്ദി തരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിലെ എല്ലാ സൂഫി സിൽസിലകളും ഏകദേശം സമയെയും അതേപോലെ ഡാൻസിനെയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. സമ എന്ന് പറഞ്ഞാല് പാട്ട്, അതേപോലെ ഖബർസിയാത്ത് മീൻസ് ശ്രൈനികൾ ഉണ്ടാവില്ല, സൂഫി സൈനികളുടെ ടോംബുകൾ. അപ്പൊ ആ ടോംബുകൾ വിസിറ്റ് ചെയ്ത സിസ്റ്റത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് ഏകദേശം എല്ലാ സൂഫി ഓർഡറുകളും ഇന്ത്യയിലുള്ള. പക്ഷെ അതിനൊക്കെ എതിർത്തൊരു സൂഫി ഓർഡറാണ് ഇത് നക്ഷബന്ദി എന്ന് പറയുന്നത്. അവര് സമയം എതിർത്തിട്ടുണ്ട്. അതേപോലെ ടോംബുകള് മസാറകള് വിസിറ്റ് ചെയ്യുന്നതിനെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ പല രീതിയിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നക്ഷബന്ദി ഓർഡറുമായി ബന്ധപ്പെട്ട സൂഫിസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി 20ാമത്തെ ചോദ്യം റീസൺ അസർഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ റീസൺ അസർഷൻ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത സമയത്ത് ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആട്ടോ. അസർഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, റീസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഒരിക്കലും തന്നെ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഇത് രണ്ടും തമ്മിൽ എന്തോ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് എന്നുള്ള ആ ഒരു മുൻവിധിയോട് കൂടി ഇത് വായിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെന്റും രണ്ടായിട്ട് തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് ഇത് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടോ നോക്കുക. ഈ കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ഷൻ ആണോ നോക്കുക. അതതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ആണെങ്കിൽ നിങ്ങൾക്ക് അസർഷൻ വായിച്ചിട്ട് എംപറർ അശോക ഇൻ ഹിസ് റോക്കഡ് 13 says he maintains equal respect to brahmanas and Shravanas. അത് വായിച്ചു നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ബിക്കോസ് അപ്ലൈ ചെയ്യാം. ബിക്കോസ് ഹി ബിലീവ്ഡ് ഇൻ സർവധർമ്മ സംഭാവ. ഓക്കെ, സർവധർമ്മ സംഭാവ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ റോക്കഡിക്റ്റ് 13 ബ്രാഹ്മിൻസിനോടും ശ്രാവൺസിനോടും, അതായത് എല്ലാ മതക്കാരോടും തുല്യമായിട്ടുള്ള റെസ്പെക്ട് അദ്ദേഹം അപ്ലൈ ചെയ്തിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടും വായിച്ചു നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ബിക്കോസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അസർഷന്റെ ശേഷം ബിക്കോസ് അപ്ലൈ ചെയ്തിട്ട് വായിച്ചു നോക്കുന്ന സമയത്ത് റീസൺ അത് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ അതിന്റെ ആൻസർ ഒന്നാണ്. ഒന്ന് മീൻസ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ആ രീതി നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ കിട്ടിക്കണമെന്നില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കുക. ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, രണ്ടും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല, അങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ റീസൺ അസർഷൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ പലപ്പോഴും പല ആൾക്കാരും അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അതിനെ കാണാറുള്ളത്. ഇവിടെ കറക്റ്റ് അത് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം ഈ സർവധർമ്മ സംഭാവ എന്നുള്ളത് ആര് വിശ്വസിച്ചിരുന്നു? അക്ബർ അശോകന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരെയും തുല്യമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം ഒരു ബുദ്ധമത ഫോളോവർ ആയിരുന്നെങ്കിലും എല്ലാ മതസ്ഥരെയും ഒരുപോലെ അദ്ദേഹം കാണാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. ഇനി 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം ഇതൊരു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു NDAയുടെ പുതിയ ട്രെൻഡാണ് ക്രോണോളജി. അപ്പൊ അതുകൊണ്ട് വർഷം മനഃപ്പാഠം പഠിച്ചേ പറ്റും. എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള, എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് വരുന്ന വർഷങ്ങൾ വരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് തോന്നുന്ന വർഷങ്ങൾ വരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്രോണോളജി ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരും. ഓക്കെ, ഇവിടെ ഒരുപാട് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഫെമൈൻ കമ്മീഷൻ ആട്ടോ. ഫെമൈൻ കമ്മീഷനാണ്. വരൾച്ച വന്ന സമയത്ത് കൊണ്ടുവന്ന കമ്മീഷനുകളാണ്. അപ്പൊ അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. മാക്ഡൊണാൾഡ് കമ്മീഷൻ, ക്യാമ്പൽ കമ്മീഷൻ, ലാൽ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സ്ട്രാച്ചെ കമ്മീഷൻ. അപ്പൊ ഇതിനെ ഓർഡറിലാക്കാനാണ് ചോദ്യം. ഇതിന്റെ ആൻസറിലേക്ക് ഞാൻ തന്നെ പോവാം. ഇതിന്റെ ആൻസർ BEDCA ആണ്. ബി ആണ്, ക്യാമ്പൽ കമ്മീഷൻ ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം സ്ട്രാച്ചെ കമ്മീഷൻ ആണ്, അതിനുശേഷം ഹണ്ടർ ആണ്, അതിനുശേഷം ലാൽ കമ്മീഷൻ ആണ്, ഏറ്റവും അവസാനമാണ് മാക്ഡൊണാൾഡ് കമ്മീഷൻ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ,
ഇതൊക്കെ അതിന്റെ വർഷം അങ്ങനെ തന്നെയാണ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. 1880 സ്ട്രാച്ചെ കമ്മീഷൻ. ഏറ്റവും ആദ്യം വന്നത് ക്യാമ്പലാണല്ലോ, അപ്പൊ ക്യാമ്പിൽ ഫസ്റ്റ് ഓർത്തിരിക്കുക 1866. ഓക്കെ. മാക്ഡോണൽ വരുന്നത് 1899 1900 ഒരു വർഷം മുമ്പേ. അങ്ങനെ ഓർത്ത് വെക്കുക. മാക്ഡോണൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മറ്റേ മാക്കിനെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ മാക്ഡോണൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മാക്ഡൊണാൾഡ് ആയിട്ട് എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ആ കമ്മീഷൻ വരുന്നത് അതിനെ പറ്റിയ ഒരു കണക്ഷൻ അല്ലല്ലേ, ഒന്ന് ഫുഡാണ്, ഇത് ഫെമീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ഫെമീൻ ഇല്ലാതാക്കാൻ വേണ്ടി ഫുഡ് മക്ഡൊണാൾഡ് കൊണ്ടുവന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അത് 1899 വന്നത്, 1900 ഒരു വർഷം മുമ്പേ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതിന് തൊട്ട് മുമ്പേ വന്നൊരു കമ്മീഷനാണ് ലേയൽ കമ്മീഷൻ. മാക്ഡൊണാൾഡിന്റെ തൊട്ട് മുമ്പേ ലേയൽ 1897, 2 വർഷം മുമ്പേ. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ, വർഷങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് അന്ന് ഉണ്ടായിരുന്ന വൈസ്രോയിമാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഗവർണർ ജനറൽസ് ആരാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വൈസ്രോയിമാർ ആരാന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കട്ടോ. അതൊക്കെ കണക്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഈ ക്യാമ്പൽ കമ്മീഷന് വരുന്നത് ഒഡീഷ ഭാഗത്ത് വലിയൊരു ഫെമൈൻ ഉണ്ടായ സമയത്താണ്. ഏകദേശം ഒഡീഷ, ബംഗാൾ, ബീഹാർ ഭാഗത്തായിട്ട് 20 ലക്ഷത്തോളം മനുഷ്യന്മാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. 10 ലക്ഷത്തോളം ആൾക്കാർ ഒഡീഷയിൽ നിന്ന് മാത്രം മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് ഒഡീഷ ഫെമൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദ്യം അങ്ങനെ വരും, ഒഡീഷ ഫെമൈൻ. ഒഡീഷ ഫെമൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്യാമ്പൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആ സമയത്തുള്ള വൈസ്രോയി സർ ജോൺ ലോറൻസ് ആണ്. വൈസ്രോയി. ഇനി അടുത്തത് സ്ട്രാച്ചെ കമ്മീഷൻ. ഇത് ഒരു ഗ്രേറ്റ് ഫെമൈൻ വരുന്നുണ്ട് ഉത്തർപ്രദേശ്, ബോംബെ, മദ്രാസ്, പഞ്ചാബ് ഭാഗത്ത്. ഏകദേശം 5 മില്യൺ ജനങ്ങൾ ഇതിനെ ബാധിച്ചു, അല്ലെങ്കിൽ ഇതിൽ മരണപ്പെട്ടു എന്ന് വരെ പറയാൻ പറ്റും. ഓക്കെ, 5 മില്യൺ വലിയൊരു ജനസംഖ്യയാണ്. ഓക്കെ, അത് ലോർഡ് ലിട്ടൺ ആണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചത്. പിന്നെ ഈ ഒരു കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫെമൈൻ കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സ്ട്രാച്ച് സംഭവം അതിന് മുമ്പേ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിലും ഫസ്റ്റത്തെ ഫെമൈൻ കമ്മീഷൻ എന്ന പേര് അറിയപ്പെടുന്നത് ഈ ഒരു സ്ട്രാച്ചെ കമ്മീഷനാണ്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ലയർ കമ്മീഷൻ. ഈ സമയത്തുള്ള ഫെമൈൻ ഏകദേശം 34 മില്യൺ ജനങ്ങളെ അത് അഫക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 34 മില്യൺ പോയി, കോടിക്കണക്കിന് ജനങ്ങളായി. ലോർഡ് എൽഗിൻ സെക്കൻഡിന്റെ സമയത്താണ് ഈ ഒരു അദ്ദേഹം വൈസ്രോയി ആയ സമയത്താണ് ഈ ഒരു കമ്മീഷൻ വരുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതി വെക്കുക, ഈ ഒരു കമ്മീഷൻ, അതിന്റെ വർഷം, ആ ഒരു ഏരിയ, ഏത് ഏരിയകളാണ്, പിന്നെ അതിനെ കൂടെ തന്നെ വൈസ്രോയി. ജസ്റ്റ് ഇങ്ങനെ ഐഫണ്ട് പോയാൽ മതി, കണ്ടാൽ മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. മൊത്തം അതുപോലെ തന്നെ നോട്ടിൽ എഴുതി വെക്കണമെന്നില്ല. നോട്ട് വളരെ സ്മോൾ ആയിട്ട് എഴുതി വെക്കുക, വളരെ ചെറുതായിട്ട് എഴുതി വെക്കുക. കാരണം അത് പിന്നെയും വായിച്ചു നോക്കേണ്ടതാണ്. പക്ഷെ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. പിന്നെ വായിച്ചു നോക്കുമ്പോൾ ഇത് എന്താണെന്നുള്ളൊരു ഒരു ബോധമില്ലാത്ത അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. അപ്പോ അത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണ് നമുക്കറിയാലോ, നമ്മൾ പണ്ട് മുതലേ നോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും, മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. അത് വേറൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. 22ാമത്തെ ചോദ്യം, ഇതാരും തെറ്റിക്കരുത്. തെറ്റിച്ചാൽ അവരെ എന്താ ചെയ്യേണ്ടതെന്നുള്ള എങ്ങനെ തന്നെ പറയാം. One religion, one caste and one God for mankind was the central message of Ishwar Chandra Vidyasagar, Swami Vivekananda, Narayana Guru, Jyotiba Phule. ആരാ പറഞ്ഞു? ഇത് നമുക്ക് വളരെ സിമ്പിൾ ആണ്, കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചോദ്യം ആയതുകൊണ്ട്. ശ്രീനാരായണ ഗുരു അല്ലേ പറഞ്ഞത്. ഇനി അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ഒരു ഭാഗത്ത് ഹിസ്റ്റോഗ്രഫിയുമായി ബന്ധപ്പെട്ട എഴുത്തുകാരാണ്, മറ്റേ ഭാഗത്ത് അവരുടെ കൃതികളാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യാം. മാർച്ച് ബ്ലോക്ക്, എച്ച്.ആർ. താരിഖ് ഒസ്മാൻ, ഷെയ്ഖ് അലി, ഹിസ്റ്ററി തിയറി ആൻഡ് മെത്തേഡ്, ദ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി, ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, വാട്ട് ഈസ് ഹിസ്റ്ററി.
കണക്ട് ചെയ്തോളി. സിമ്പിൾ ആണ്, ഇത് വളരെ സിമ്പിൾ ആണ്. EH വാട്ട് ഈസ് ഹിസ്റ്ററി പഠിച്ചല്ലേ. B4 വരുന്ന ഏത് ഓപ്ഷനാ? B4 ഒറ്റ ഓപ്ഷനിലേ വരുന്നുള്ളൂ, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. B4 ഒരൊറ്റ ഓപ്ഷനിലേ വരുന്നുള്ളൂ അല്ലേ? അതാ പറയുന്നത്, നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷൻ അറിഞ്ഞാല് B4 രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? അപ്പം പറ്റും. 2ലും 4ലും വരുന്നുണ്ട്. പെട്ട്. അപ്പൊ അടുത്ത് നോക്കാം. ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആരാ എഴുതിയത്? മാർക്ക് ബ്ലോക്കിന്റെ ബുക്കല്ലേ? അപ്പൊ A3യും B4ഉം A3 B4 ഓക്കെ. A3യും B4ഉം വരുന്നത് ഒറ്റ ഓപ്ഷനാണ്. അപ്പൊ ഇത് ആൻസർ 4ആണല്ലേ ആൻസർ. അപ്പൊ ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് അലിയുടേത് ഹിസ്റ്ററി തിയറി ആൻഡ് മെത്തേഡ്, അത് ഭയങ്കര ഫേമസ് ആയ ബുക്കാണ്. ഷെയ്ഖ് അലി അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു, അറിയപ്പെട്ട ഹിസ്റ്റോറിയൻ ആയിരുന്നു ഷെയ്ഖ് അലി. പിന്നെ ദ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് എറിക് ഓക്സ്ഫാമിന്റെ വർക്കാണ്. ഓക്കെ, പിന്നെ ഇത് മറന്നു പോലെ കേട്ടോ. ഷെയ്ഖ് അലി ഹിസ്റ്ററി തിയറി ആൻഡ് മെത്തേഡ്. ഓക്കെ, വളരെ സയന്റിഫിക് ആയിട്ട് ഹിസ്റ്ററി അവതരിപ്പിച്ച ഒരു ബുക്കാണ് അത്. ഇനി 24th ക്വസ്റ്റ്യൻ. ദ പ്ലേ നീൽ ദർപ്പൺ വാസ് ഓതേർഡ് ബൈ. വളരെ സിമ്പിൾ. നീൽ ദർപ്പൺ ആരാ എഴുതിയെന്നാ ചോദിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണോ, ലാലാ ലജ്പത് റായ് ആണോ, ഗോപാൽ ഹരി ദേശ്മുഖ് ആണോ, അല്ലെങ്കിൽ ദീൻബന്ധു മിത്രയാണോ? ആരാ എഴുതിയത്? The play Neel Darpan was authored by വേഗം പറഞ്ഞോളി. ഡി 4ആണെന്ന് എല്ലാരും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡി ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, ദീൻബന്ധു മിത്രയാരാ പറഞ്ഞത്? നീൽ ദർപ്പൺ ഇസ് എ ബംഗാളി ലാംഗ്വേജ് പ്ലേ റിട്ടൺ ബൈ ദീൻബന്ധു മിത്ര. വർഷം ഓർത്ത് വെക്കുക, 1858-59 സമയത്താണ് എഴുതിയിട്ടുള്ളത്. ദ പ്ലേ വാസ് എസെൻഷ്യൽ ടു നീൽ വിദ്രോഹ അഥവാ ഇൻഡിഗോ റിവോൾട്ട്. ഓക്കെ, ആ സമയത്തുള്ള ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൃതി രചിച്ചത്. ആര്? ദീനബന്ധു മിത്ര. ഓക്കെ, ഇറ്റ് വാസ് എസെൻഷ്യൽ ടു ദി ഡെവലപ്മെന്റ് ഓഫ് തിയേറ്റർ ഇൻ ബംഗാൾ. ബംഗാളില് തിയേറ്റർ ആർട്ട് വളരാൻ ഏറ്റവും കാരണമായത് ഈ ഒരു പ്ലേയാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് അദ്ദേഹം നാഷണൽ തിയേറ്റർ ഇൻ കൽക്കത്ത സ്ഥാപിക്കാൻ കാരണമായത് ഈ ഒരു പ്ലേയാണ്. 1872 ഗിരീഷ് ചന്ദ്ര ഘോഷ് നാഷണൽ തിയേറ്റർ ഇൻ കൽക്കത്ത എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായത് ഈ ഒരു നാടകമാണ്, അല്ലെങ്കിൽ ഈ ഒരു കൃതിയാണ്. ഓർത്തിരിക്കുക. ആ ഒരു തിയേറ്ററിൽ ഫസ്റ്റ് പ്ലേ ചെയ്ത കൊമേഴ്ഷ്യലി സ്റ്റേജ്ഡ് വാസ് നീൽ ദർപ്പൺ. നീൽ ദർപ്പണാണ് ആദ്യമായിട്ട് അവിടെ കൊമേഴ്ഷ്യലി പ്രദർശിപ്പിച്ച ഒരു നാടകം. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. സംഭവം നീൽ ദർപ്പൺ എന്നുള്ളത് ദീനബന്ധു മിത്ര എഴുതി എന്നുള്ളത് നമുക്കറിയാം, സിമ്പിൾ ആണ്. പക്ഷെ ഇനിയൊരു ചോദ്യം ചിലപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷുമായി ബന്ധപ്പെട്ട നാഷണൽ തിയേറ്റർ ഇൻ കൽക്കത്തയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാവാം. അതിന്റെ ഒരു പോസിബിലിറ്റി നമ്മളത് കണ്ടിരിക്കും. ഓക്കെ, അതിന്റെ വർഷം ഓർത്തിരിക്കണം. 1858-59 എന്ന ഒരു വർഷവും ഓർത്തിരിക്കുക. ഇനി 25ാമത്തെ ചോദ്യം അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ 4 ശരിയാണെന്ന് ഉറപ്പാണ്, 1 തെറ്റാണ്. അത് നമ്മൾ കണ്ടെത്തേണ്ടത്. കണ്ടെത്തിയോളി, ഏതാണ് തെറ്റ്? കോറണേഷൻ ഓഫ് അല്ല, ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ല. ഇത് ക്വസ്റ്റ്യനെ നമ്മളെ പറ്റിച്ചു. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുക്കാനാവാം കേട്ടോ. ക്രോണോളജിയാണ്. സോറി, നിങ്ങൾ നല്ലോണം വായിച്ചു നോക്കുക. ഈ ഓരോ കാര്യങ്ങൾ നടന്നതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തണം. ഇവിടെ 4 5 കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷനിലും 5 കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് സ്വീകരിക്കാനായിരുന്നു. നിങ്ങളാരും വായിച്ചു നോക്കുന്നില്ലേ? ചോദിക്കുന്നു. കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൺ സെൻസും യൂസ് ചെയ്യട്ടോ. കുറച്ച് നിങ്ങൾക്ക് കോമൺ സെൻസും യൂസ് ചെയ്യാം. ചോദ്യത്തിന് ഇങ്ങനെ കുറച്ചൊക്കെ എന്ത് ചെയ്യാം? കോമൺ സെൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
One second. Okay. ഓക്കെ, കേൾക്കുന്നില്ലേ? ഇതിന് ആൻസർ പറഞ്ഞോളി. ആൻസർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്താലും കിട്ടും. കാരണം കോർണേഷൻ ഓഫ് അശോക, മൗര്യ കിങ്. ഓക്കെ, യുച്ചി ട്രൈബ് were defeated and expelled from Chinese Turkestan. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത് അസാസിനേഷൻ ഓഫ് ബൃഹദ്രഥ, ദ ലാസ്റ്റ് മൗര്യ കിങ് ബൈ പുഷ്യമിത്ര. Alexander defeated Darius III and burned his capital Persepolis. Fight between Alexander and Porus. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർട്ടൈൻ ആണ്, ഉറപ്പാണ്. ഏതൊക്കെയാണ്? എന്തായാലും ഡിക്ക് ശേഷമേ ഈ വരുള്ളൂ. കാരണം ഡാരിയസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഡിയുടെ മുമ്പേ ഈ സംഭവിക്കില്ല. അപ്പൊ ഡിക്ക് ശേഷമേ ഈ വരുള്ളൂ. ഇനിയുള്ളത് ഓപ്ഷൻ എയും സിയും ആണ്. നോക്കി, കോർണേഷൻ ഓഫ് അശോക, മൗര്യൻ കിങ് ആണ് അശോകന്. പിന്നെ അസാസിനേഷൻ ഓഫ് ബൃഹദ്രഥ, അത് ലാസ്റ്റ് മൗര്യ കിങ്. എന്തായാലും എക്ക് ശേഷമേ സി വരുള്ളൂ. കാരണം മൗര്യൻ കിങ്ങിന്റെ അവസാനത്തെ ആളാണ് ആരും ബൃഹദ്രഥ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പേ എന്തെങ്കിലും അശോകൻ വരുള്ളൂ. അപ്പം സിക്ക് മുമ്പേ എ, അതേപോലെ ഡിക്ക് മുമ്പേ ഇ. അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. സിമ്പിൾ ആണ്. ഓപ്ഷൻ ഒന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, അതിന്റെ വർഷം ജസ്റ്റ് ഒന്ന് നോക്കിക്കുക. കോർണേഷൻ ഓഫ് അശോക 268 BC ആണ്. BC ആണ്, AD അല്ല, തെറ്റിപ്പോകരുത്. അസാസിനേഷൻ 187 ഡാരിയസിനെ പരാജയപ്പെടുത്തിയത് 331 ഫൈറ്റ് ബിറ്റ്വീൻ അലക്സാണ്ടർ ആൻഡ് പോറസ് 326 ഒക്കെ BC ആണ്. AD അല്ല, കൺഫ്യൂസ്ഡ് ആവരുത്. 26 ചോദ്യം. ദ കമ്പനി സ്കൂൾ ഓഫ് പെയിന്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. കമ്പനി സ്കൂൾ ഓഫ് പെയിന്റിംഗ് എന്നുള്ളത് മറ്റൊരു പേരിലും കൂടിയും അറിയപ്പെടുന്നുണ്ട്. ആ പേരാണ് ചോദിച്ചത്. ഡൽഹി സ്കൂളാണോ, മദ്രാസ് സ്കൂളാണോ, യൂറോപ്യൻ സ്കൂളാണോ, പാറ്റ്ന സ്കൂളാണോ? ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. ഇതൊക്കെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കുകയാണ്. എന്നാലും അതിന്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആവും, കിട്ടാതെ പോകും. ഏതാണ് ആൻസർ? പറഞ്ഞു. ഓക്കെ, ആരോ ഒന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആൻസർ നോക്കാം. പാറ്റ്ന സ്കൂൾ കേട്ടോ. പാറ്റ്ന സ്കൂൾ ഓഫ് പെയിന്റിംഗ് ഇസ് എ സ്റ്റൈൽ ഓഫ് ഇന്ത്യൻ പെയിന്റിംഗ് which existed in Bihar, India in 18th and 19th centuries. Patna Kalam was world's first independent school of painting. ലോകത്തിലെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സ്കൂൾ ഓഫ് പെയിന്റിംഗ് ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ്? ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സ്കൂൾ ഓഫ് പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പാറ്റ്നയിലെ ഒരു കലാമാണ് കേട്ടോ. ഓക്കെ, പാറ്റ്ന കലാമാണ്. which dealt exclusively with the commoner and their lifestyle, which also helped Patna Kalam painting gain popularity. ഓക്കെ, ഇത് സാധാരണ ജനങ്ങളെ തീം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരെ ഫോക്കസ് ചെയ്തിട്ടുള്ള പെയിന്റിങ് അല്ലെങ്കിൽ പെയിന്റിങ് ആയിരുന്നു ഇവര് ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. സാധാരണഗതിയിലെ പണ്ടത്തെ പെയിന്റിംഗ് ഒക്കെ എടുത്തു നോക്കിയാല് ഇതൊന്നെങ്കിൽ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രഭുക്കന്മാരുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിരിക്കും. സാധാരണക്കാർക്ക് അതില് ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് വിപരീതമായിട്ട് കോമൺ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു ഈ ഒരു പാറ്റ്ന സ്കൂൾ ഫോളോ ചെയ്തിരുന്നത്. ഇനി ഒരിക്കലും ഇത് മറന്നു പോലെ കേട്ടോ, ഒരിക്കലും മറക്കും. 27ാമത്തെ ചോദ്യം. ഷോഗാര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡ്സ് അബൌട്ട്. ഒരു കോപ്പർ പ്ലേറ്റിനെ കുറിച്ച് പറയുന്നു.
അത് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ചോദ്യം വരുന്ന രീതി ഉണ്ടല്ല, ഞങ്ങൾ എന്താണ് ചോദ്യം ഉണ്ടാവും. ഇതൊരു കോപ്പർ പ്ലേറ്റ് ആണ് ഷുഗാര എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ അതിൽ ഉൾപ്പെട്ടു, ആ കോപ്പർ പ്ലേറ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാലേ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ. ആ കോപ്പർ പ്ലേറ്റിൽ എന്താണ് അവരതിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരിക്കലും തന്നെ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. അതിൽ മധുര കുറിച്ച് പറയുന്നുണ്ടോ, അതേപോലെ ചാൻഹുനെ കുറിച്ച് പറയുന്നുണ്ടോ, മനവാസി ജംഗ്ഷനെ കുറിച്ച് പറയുന്നുണ്ടോ, സ്റ്റോർ ഹൗസ് ഓഫ് ഫുഡ് ഗ്രെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ടോ, കോപ്പർ ഹോമിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇതാണ് 5 കാര്യങ്ങൾ. ഓപ്ഷനിൽ 3 കൊടുത്തിട്ടുണ്ട്, 4 കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 2 തെറ്റാവാം, 1 ശരിയാവാം, ചിലപ്പോൾ 4 ശരിയാവാം, 1 തെറ്റാവാം. കാരണം ഓപ്ഷനിൽ 2 ലെവലില് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഉത്തരം ശരിക്ക് പറയാൻ കഴിയണമെങ്കിൽ കറക്റ്റ് ആ ഒരു കോപ്പർ പ്ലേറ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞിരിക്കും. അല്ലാതെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ABCD, എയും ബിയും സിയും ഡിയും ശരിയാണ്. കോപ്പർ ഹോണ്ടിനെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് ഇതൊരു മൗര്യ പീരീഡിലുള്ള ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇതിൽ പറയുന്നത് at the junction called Manavasi, these 2 storehouses are prepared for the sheltering of lords of communities of Tiyavani, Madura and Chanju. Okay, ആ ഓപ്ഷനിൽ മധുര പറയുന്നുണ്ട്, ചാഞ്ചു പറയുന്നുണ്ട്. അതേപോലെ മനവാസി ജംഗ്ഷൻ ഉള്ളത് കോൾഡ് മനവാസി, ജംഗ്ഷൻ കോൾഡ് മനവാസി. പറയുന്നത് എന്താണ്? സ്റ്റോർ ഹൗസ് ഓഫ് ഗ്രെയിൻസ്. അത് പറയുന്നുണ്ട് സ്റ്റോർ ഹൗസ് ആർ പ്രിപ്പയർഡ്. അപ്പൊ കറക്റ്റ് ആ ഒരു കോപ്പർ പ്ലേറ്റിൽ എന്താണോ പറയുന്നത് അതറിഞ്ഞിരിക്കണം. എന്നാലും ഇതിന്റെ ആൻസർ നമുക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ എങ്ങനെ പഠിക്കണം എന്നതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഡീപ്പായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി 28ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: Who founded the സ്വദേശ് ബന്ധാവ് സമിതി? സ്വദേശ് ബന്ധാവ് സമിതി എന്ന് പറയുന്ന ഈ ഒരു സംഘടന ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. മോട്ടിലാൽ ഘോഷാണോ, നീൽരത്ന സർക്കാർ ആണോ, അല്ലെങ്കിൽ അശ്വിൻ കുമാർ ദത്താണോ, കൃഷ്ണകുമാർ മിത്രയാണോ? സിമ്പിൾ ആണ്. ഉത്തരം സി ആണ്, അശ്വിനി കുമാർ ദത്തയാണ്. ഇനി കുറച്ച് ഓർഗനൈസേഷനും അതിന്റെ വർഷവും അതിന്റെ ഫൗണ്ടേഴ്സുമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടത് നിങ്ങളെ ഫോണിലേക്കല്ല, നിങ്ങളെ മണ്ടയിലേക്കാണ്. ഓക്കെ, മണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങളെ ഇങ്ങോട്ട് തലയിലേക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടോ. നിങ്ങളെ ഫോണിലെടുത്ത് വെച്ചൊരു കാര്യമില്ല. അഭിനവ് ഭാരത് 1904 പൂനെയിലാണ്. VD സവർക്കറാണ് ഫൗണ്ടർ. അനുശീലന സമിതി 1902 ബംഗാളിലാണ്. സതീഷ് ചന്ദ്ര ബാസു ആണ്. ഭാരത് നവജവാൻ സഭ 1926 ലാഹോർ. ഭഗത് സിംഗ് പ്രധാനപ്പെട്ട ഫിഗറാണ്. ധാക്ക അനുശീലന സമിതി 1907 ധാക്ക പുല്ലിൻ ബിഹാരി ദാസ്. ഓക്കെ, അഭിനവ് ഭാരത് മറന്നു പോകരുത്, പ്രധാനപ്പെട്ടതാണ്. നവജവാൻ സഭ ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം. ഇത് അവസാനത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തോട് കൂടി നമ്മുടെ സെക്ഷൻ അവസാനിക്കും. 29ാമത്തെ ചോദ്യം ഇതാണ്: Which രജപുത്ത് റൂളർ held the highest mansab under Akbar? അക്ബറിന്റെ കീഴിൽ ഏറ്റവും ഉയർന്ന മൻസബ് ഉണ്ടായിരുന്ന രജപുത്ത് റൂളർ ആരായിരുന്നു എന്ന ചോദ്യം. സിമ്പിൾ ആണ്. അക്ബർ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു രജപുത്ത് പ്ലേസ് അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ഒരു രാജ്യം, അന്നത്തെ ഒരു ചെറിയ ഡൈനാസ്റ്റി ഏതാന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ബിക്കാനേർ ആണോ, ജോധ്പൂർ ആണോ, ബുണ്ടിയാണോ, അമ്മേറാണോ? കാരണം രാജസ്ഥാൻ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അറ്റത്ത് നിങ്ങൾ നോക്കിയാൽ ജയ്സൽമേർ ഒരു ചെറിയ രാഷ്ട്രമാണ്, അന്ന് ചെറിയൊരു സാമ്രാജ്യമാണ്. സാമ്രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കാം ജയ്സൽമേർ.
അതിന്റെ മുകളിലായിട്ട് ബിക്കാനേർ, അതിന് തൊട്ടടുത്തായിട്ട് ജോധ്പൂർ. ഓക്കെ, ജോധ്പൂർ. അതിന്റെ അടിയിലായിട്ട് ഉദയ്പൂർ. ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ മേവർ, ജോധ്പൂർ എന്ന് പറഞ്ഞാൽ മറുവർ. ചിലപ്പോൾ ആ പേരിലായിരിക്കും ചോദിക്കുക, അപ്പൊ ആ പേര് ഓർത്തിരിക്കണം. മറുവർ എന്ന് പറഞ്ഞാൽ ജോധ്പൂരാണ്, മേവാർ എന്ന് പറഞ്ഞാൽ ഉദയ്പൂരാണ്. പിന്നെ ജയ്പൂർ ഉണ്ട്, ജയ്പൂരാണ് അമർ അല്ലെങ്കിൽ അംബർ. ഓക്കെ, അപ്പൊ ഈ അമർ ജയ്പൂരുമായിട്ട് മുഗളന്മാർക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുൻവർ മാൻസിംഗ് ഓഫ് അമർ ആണ് ഇതിലെ ആൻസർ. ഓക്കെ, അമർ എന്നും പറയാ, ചിലപ്പോ അംബർ എന്നും പറയട്ടോ, രണ്ടും സെയിം തന്നെയാണ്. രണ്ടും ഇന്നത്തെ ജയ്പൂരാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പറഞ്ഞത് മറന്നു പോകണ്ട. മറുവർ എന്ന് പറഞ്ഞാൽ ജോധ്പൂരാണ്, ജയ്പൂരിന് കുറച്ച് അങ്ങോട്ട്, അതായത് ജയ്സൽമേറിന്റെ അറ്റത്തേക്ക്. ജോധ്പൂർ നേരെ പിടിച്ചാൽ എവിടെ എത്തും? ജയ്സൽമേർ എത്തും. ജയ്സൽമേറിന് അടിയോട്ട് പോയാൽ ഉദയ്പൂർ എത്തും. ജയ്സൽമേറിന് മുകളിലോട്ട് പോയാൽ ബിക്കാനേർ എത്തും. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായിരുന്നു. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് രജപുത്താന എന്നറിയപ്പെട്ടത്. അതാണ് പിന്നീട് രാജസ്ഥാൻ എന്നുള്ളൊരു സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ കുൻവർ മൻസിംഗ് ഓഫ് അമർ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ കൂടെ അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പറയാനുള്ള കാരണം എക്സാമിന് എങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇതുവരെ നമ്മൾ ബാക്കിയുള്ള എക്സാമിന് വേണ്ടി, ഡിഗ്രി എക്സാമിനോ അല്ലെങ്കിൽ PG എക്സാമിനോ പഠിച്ചതുപോലെയല്ല നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ തന്നെ ഞാൻ എന്ത് ചെയ്തത്, ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെ എടുത്തത് അതിന്റെ ഒരു ഇപ്പോഴത്തെ എക്സാമിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂറായി തോന്നുന്നുണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെ? സാർ ഇവിടെ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഹലോ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ആക്കാന്ന് അറിയുന്നുണ്ട്. എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു എക്സാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു എക്സാമിന്റെ അടുത്ത് വെച്ചിട്ടാണെങ്കിലും ഈ വരുന്ന ജൂണിൽ വരുന്ന എക്സാം ഒരിക്കലും മിസ്സാക്കരുത്. എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഒരു നഷ്ടമില്ലല്ലോ നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഇത്ര എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു നിയമമില്ല. എത്ര എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന എല്ലാ ഓപ്ഷനുകളും എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.